അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചതുപോലെ ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹീന ഫിൽ അർദ്. അള്ളാഹുവിന് ഭൂമിയിൽ ചുറ്റിക്കറങ്ങുന്ന ചില മലക്കുകളുണ്ട്. ഇത്തരത്തിലുള്ള സദസ്സുകൾ കണ്ടാൽ, അള്ളാഹുവിനെ ഓർക്കുന്ന, പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന സദസ്സുകൾ കണ്ടാൽ അവരവിടേക്ക് വരികയും തിരിച്ച് അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങുകയും ചെയ്യും. അപ്പം അള്ളാഹു അവരോട് ചോദിക്കും, അയ്യു ഷൈഇൻ തറക്തും ഇബാദി യസ്നഊൻ. നിങ്ങൾ എൻ്റെ അടിമകളെ വിട്ടുപോരുന്ന സമയത്ത് അവരെന്താണ് ചെയ്തിരുന്നത്? അവർ പറയും, തറക്നാഹും യഹ്മദൂനക വയുമജ്ജിദൂനക വയദ്കുറൂനക. അള്ളാഹുവെ, നിന്നെ ഓർക്കുന്ന, നിന്നെ പുകഴ്ത്തുന്ന, നിന്നെ സ്തുതിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ അവരെ വിട്ടേച്ചു പോകുന്നത്. അള്ളാഹുവിൻ്റെ ചോദ്യം, അതിന് അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, അവർ നിന്നെ കണ്ടിട്ടില്ല. അവരെന്നെ കണ്ടിരുന്നെങ്കിലോ ലക്കാനു അശദ്ദ തഹ്മീദ വ അശദ്ദ തംജീദ വ അശദ്ദ ലക ദിക്റ. ഇതിനേക്കാൾ അവർ നിന്നെ നന്നായി സ്തുതിക്കുകയും പുകഴ്ത്തുകയും നിന്നെ സ്മരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അള്ളാഹുവിൻ്റെ രണ്ടാമത്തെ ചോദ്യം, അയ്യു ഷൈഇൻ യത്ലുബൂൻ. എന്താണ് ആ സദസ്സിലിരുന്ന് അവർ ചോദിക്കുന്നത്? യത്ലുബൂനൽ ജന്ന. അവർ തേടിക്കൊണ്ടിരിക്കുന്നത് നിന്റെ സ്വർഗമാണ്. അവരെന്റെ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, അവർ നിന്റെ സ്വർഗം കണ്ടിട്ടില്ല. അവരെന്റെ സ്വർഗം കണ്ടിരുന്നുവെങ്കിലോ അവരിതിനേക്കാൾ അതിനു വേണ്ടി ആഗ്രഹിക്കുകയും ഇതിനേക്കാൾ അതിനു വേണ്ടി അവർ തേടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ മൂന്നാമത്തെ ചോദ്യം, മിൻ അയ്യി ഷൈഇൻ യതഅവ്വദൂൻ. ആ സദസ്സിലിരുന്ന് എന്തിൽ നിന്നാണ് അവർ രക്ഷ തേടുന്നത്? നിന്റെ നരകത്തിൽ നിന്നാണ് അവർ രക്ഷ തേടുന്നത്. അവരെന്റെ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, അവർ നിന്റെ നരകം കണ്ടിട്ടില്ല. അവരെന്റെ നരകം കണ്ടിരുന്നെങ്കിലോ അവരിതിനേക്കാൾ അതിനെക്കുറിച്ച് ഭയപ്പെടുകയും അതിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുമായിരുന്നു. ഇത്രയും പറയുമ്പോൾ അള്ളാഹു പറയും, ഗഫർതു ലഹു. എങ്കിൽ ആ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പൊ മലക്കുകൾ പറയും, അള്ളാഹുവെ, ആ സദസ്സിലൊരു മനുഷ്യനുണ്ട്, അയാൾ ഖത്വാഉൻ, ധാരാളം തിന്മകൾ ചെയ്ത ഒരു മനുഷ്യനാണ്.
ആ സദസ്സിലേക്ക് വന്നതല്ല, ഒരാവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ഇങ്ങനൊരു സദസ്സുണ്ടെന്ന് മനസ്സിലായപ്പോൾ അതിൽ കയറിയിരുന്നതാണ്. എന്താണ് അയാളുടെ അവസ്ഥ? അള്ളാഹു പറയും, ആ സദസ്സിലിരിക്കുന്ന ഒരാളും ദൗർഭാഗ്യവാന്മാരാവുകയില്ല. ഇപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ ആമുഖമായി ഹദീസ് സൂചിപ്പിച്ചത് നമ്മളിരിക്കുന്ന ഈ സദസ്സിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്ത് ഇറങ്ങുന്ന, അള്ളാഹുവിൻ്റെ പാപമോചനം വർഷിക്കുന്ന ബർക്കത്തുള്ള അനുഗ്രഹീതമായ സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ നീയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ദീൻ മറക്കുന്ന പൊതുസമൂഹം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട അല്പം നിങ്ങളോട് സംസാരിക്കാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഓരോ ദിവസവും നാം എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നതും നാം അറിയുന്നതും പുതിയ പുതിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളെക്കുറിച്ച് ആളുകൾ വല്ലാത്ത ആശങ്കയിലാണ്. പത്രങ്ങളൊന്ന് വായിക്കാൻ തുറന്നു നോക്കിയാൽ, സോഷ്യൽ മീഡിയകളൊന്ന് പരതി നോക്കിയാൽ അവിടെ കാണുന്നതും കേൾക്കുന്നതും പുതിയ പുതിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ളതും സമൂഹം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാണ്. റമളാനിൻ്റെ തൊട്ട് മുമ്പ് ഞങ്ങളുടെ പള്ളികളിൽ സജീവമായി വരുന്ന, ഖുർആൻ ക്ലാസ്സുകളിലും മറ്റും സജീവമായി വരുന്ന ഒരു വ്യക്തി, അയാളുടെ മകൻ ഒരു വഴിവിട്ട ജീവിതം നയിച്ച് മാതാപിതാക്കൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി, അവരെ തല്ലാൻ വരെ ഓങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ അവരെന്നോട് സംസാരിച്ചിരുന്നു. ഞാൻ അവനെ വിളിച്ച് 1 മണിക്കൂറിലേറെ അവനോട് സംസാരിച്ചു. അപ്പോൾ അവൻ്റെ കൂട്ടുകെട്ടാണ് പ്രശ്നം, അവൻ്റെ സ്കൂളാണ് പ്രശ്നം. 1 മണിക്കൂറിലധികം നേരം സംസാരിച്ച് അവസാനം അവൻ്റെ വീട്ടിലേക്ക് അവൻ ചെന്ന് ഉപ്പാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് മാപ്പ് പറഞ്ഞ് അവൻ നല്ലൊരു ജീവിതം നയിക്കാൻ തുടങ്ങി. പക്ഷെ 1-2 ആഴ്ച അത് മുന്നോട്ട് പോയി. പിന്നെയും അവൻ്റെ പഴയ സ്കൂളിലേക്കും പഴയ കൂട്ടുകെട്ടിലേക്കും ചെന്ന് അടുത്ത വരവിന് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ അവൻ റൂമിൽ കയറി ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവസാനം കുന്നപ്പള്ളിയുടെ ന്യൂ ഹോപ്പിൽ അവനെ കൊണ്ടയാക്കി. അപ്പം ഞാൻ പറഞ്ഞത്, ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുവെക്കാനുണ്ടാകും. മക്കളുടെ വിഷയത്തിലാകട്ടെ, കുടുംബത്തിൻ്റെ വിഷയത്തിലാകട്ടെ, ആളുകൾക്ക് മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലാകട്ടെ, ധാരാളം ജീർണതകൾ ഇന്ന് സമൂഹത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നൊക്കെ ഒരു ഓർമ്മയിൽ ഒരു 10-15 വർഷം മുമ്പേ ഈ രാമന്തോൾ അങ്ങാടിയിലാകുണ്ടായിരുന്ന 2 ആശുപത്രികളാണ്. ഒന്ന് വാസുദേവൻ ഡോക്ടർ ഒരു ഷാർജി ഹോസ്പിറ്റലും, 2 ഒരു തങ്ങൾസ് ക്ലിനിക്കും, തങ്ങൾ ഡോക്ടർ ഒരു ആശുപത്രി. ഇന്ന് പിലാമന്തോൾ ആശുപത്രിയിൽ പിലാമന്തോൾ അങ്ങാടിയിൽ മാത്രം 5-6 ആശുപത്രികളുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സൂപ്പർ സ്പെഷ്യാലിറ്റി, അതിൽ ഡിഗ്രി എടുത്ത ഡോക്ടർമാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആശുപത്രികൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രോഗിയെ കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു. ഭർത്താവിൻ്റെ പീഡനങ്ങൾ കാരണം മാനസികമായി പ്രശ്നം സംഭവിച്ച ഒരു സ്ത്രീയാണ്. അറിയുന്നൊരു വ്യക്തിയായതുകൊണ്ട് അവർക്ക് ആരും ഒപ്പം പോകാനില്ലാത്തത് കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സൈക്കോളജി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെന്നു. ഒരാൾ കയറി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂറാണ് സംസാരിക്കാൻ. നീണ്ട ക്യൂ ആണ് ഡോക്ടറുടെ മുന്നിൽ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മാനസികമായ ആളുകൾ ഇന്ന് വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആളുകളൊക്കെ പരിഹാരം തേടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പൈസ ചെലവഴിക്കാനും പ്രശ്നമല്ല, അതിനുവേണ്ടി എത്ര ദൂരം സഞ്ചരിച്ചാലും പ്രശ്നമല്ല, അതിനുവേണ്ടി എന്തെല്ലാം തിരിച്ചാലും പ്രശ്നമല്ല. സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി, ഹൃദയത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരത്തിന് വേണ്ടി ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മോട്ടിവേഷൻ ക്ലാസ്സുകൾ നൽകാൻ ആളുകളുണ്ട്, 10,000-10,000 നൽകിയാൽ കൗൺസിലിംഗ് നൽകാൻ ആളുകളുണ്ട്, ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരു പരിഹാരമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു പരിധിവരെ ഒരു പരിഹാരമാണ് എന്നുള്ളത് നമ്മുടെ എല്ലാം അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ ഇതെല്ലാം ഒരു ശാശ്വതമായ, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീർണതകൾക്കുള്ള ഒരു പരിഹാരമാണോ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. ആ പരിഹാരത്തെക്കുറിച്ച് നിർദ്ദേശിക്കുന്നതിന് മുമ്പേ
എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു ഡോക്ടർക്ക് എന്താണ് മുന്നിലുള്ള രോഗിയുടെ യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാക്കാതെ മരുന്ന് എഴുതി കൊടുക്കാൻ സാധിക്കുകയില്ലല്ലോ. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാമുള്ള അടിസ്ഥാനം, അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പരിഹാരം നിർദ്ദേശിക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള അടിസ്ഥാനം സമൂഹത്തിൽ നിന്നും, ആളുകളുടെ ഹൃദയങ്ങളിൽ നിന്നും, വ്യക്തി ജീവിതത്തിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും ദീന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമികപരമായ ബോധം, ഇസ്ലാമിക സംസ്കാരങ്ങൾ, ഖുർആനിനും ഹദീസിനും അടിസ്ഥാനത്തിലുള്ള ഒരു ദീനി ജീവിതം ആളുകളിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദീന് മുറുകെ പിടിക്കുക എന്നല്ലാതെ ഒരു പരിഹാരവും പ്രിയമുള്ളവരെ ഇല്ല എന്നുള്ളതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, മുൻഗാമികളെ എന്തൊന്നാണോ നന്നാക്കിയത് അത് തന്നെയാണ് പിൻഗാമികളെയും നന്നാക്കുക എന്നുള്ളതാണ്. അവരെ നന്നാക്കിയത് ദീനാണ്. അതുകൊണ്ട് ദീന് മുറുകെ പിടിക്കുക എന്നല്ലാത്ത ഒരു പരിഹാര മാർഗങ്ങളുമില്ല. ഒരുപക്ഷെ ഈ ആശയം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അത് തന്നെയാണോ കാരണം? എങ്ങനെ ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കുക? ദീനില്ലാത്തതാണോ ഇപ്പോൾ പ്രശ്നം? 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊന്ന് സഞ്ചരിച്ചാൽ, ചരിത്രത്തെക്കുറിച്ച് ഒരു ചെറിയ രൂപത്തിലൊരു വായന നമ്മൾ നടത്തിയാൽ, ഞാൻ പറഞ്ഞ ആശയത്തോട് നിങ്ങൾ യോജിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടം ജാഹിലിയ കാലഘട്ടം, ഇരുണ്ട യുഗം. ആളുകൾ ഇരുട്ടിൽ ജീവിച്ചിരുന്ന, ഇരുട്ടിൽ തപ്പിയിരുന്ന, സംസ്കാരവും വിശുദ്ധിയും എന്താണ് എന്ന് അറിയാത്ത ആളുകൾ ഇരുട്ടിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അതാണല്ലോ ജാഹിലിയ കാലഘട്ടം. ആ ജാഹിലിയത്തിന്റെ ഒരു ചെറിയ ചിത്രം മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കും ദീനില്ലാതിരുന്നാലുള്ള ഒരവസ്ഥ എത്ര ഭീകരമാണ് എന്നുള്ളത്. ഷിർക്കിൽ മുങ്ങിക്കുളിച്ച് നിന്നിരുന്ന ഒരു ജനതയായിരുന്നു ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത്. അവരിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് അവർക്ക് ആരാധിക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ല എങ്കിൽ പലപ്പോഴും അവരുടെ യാത്ര മരുഭൂമികളിലൂടെയാണ്. അപ്പം മണൽക്കൂന ഇങ്ങനെ ചേർത്ത് വെച്ച് ഒരാടിനെ അറുത്ത് അതിൻ്റെ ചോര ആ മണൽക്കൂണയിൽ ആക്കി അതൊരു പ്രത്യേക രൂപത്തിലാക്കി അതിൻ്റെ മുന്നിൽ കൈകൾ കൂപ്പിയിരുന്ന ഒരു ജനതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ അയാളുടെ ദൈവമായി കണ്ടിരുന്നത് ഈത്തപ്പഴത്തെയാണ്. അപ്പം അദ്ദേഹം യാത്രയിൽ ഈത്തപ്പഴം ദൈവത്തിനെ കയ്യിൽ കരുതി. യാത്രാമധ്യേ തൻ്റെ ഭക്ഷണവും വെള്ളവും എല്ലാം തീർന്നപ്പോൾ വേറെ വഴിയില്ലാതെ തൻ്റെ ദൈവമായി ഈത്തപ്പഴത്തെ ഭക്ഷിച്ച് അയാൾ വിശപ്പടക്കിയെന്നാണ്. ഇങ്ങനെ ഷിർക്കിൽ മുങ്ങിക്കുളിച്ച് നിന്നിരുന്ന ഒരു ജനതയായിരുന്നു ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ശകുനത്തിൽ വിശ്വസിച്ചിരുന്നവർ, അവർ യാത്ര പുറപ്പെടാൻ നേരത്തെ ഒരു പക്ഷിയെ എടുത്ത് മുകളിലേക്ക് ഇടുന്നതാണ്. പക്ഷി വലതുഭാഗത്തേക്ക് പറന്നുപോയാൽ യാത്ര നല്ലതാണ്. പക്ഷി ഇടതുഭാഗത്തേക്കാണ് പറന്നത് എങ്കിൽ അന്ന് യാത്രക്ക് പോകാൻ നല്ലതല്ല. അതുപോലെ അമ്പുകോലുകൾ, അവർ ചില കച്ചവടത്തിനിറങ്ങുമ്പോൾ, ചില യാത്രക്ക് ഇറങ്ങുമ്പോൾ കഅബയിൽ ചെന്ന് ചില അമ്പുകോലുകൾ അവിടെ വെച്ചിട്ടുണ്ടാകും. ചില അമ്പുകോലിൽ ഇഫ്അൽ, നീ ചെയ്തോന്നുണ്ടാവും. ചിലതിൽ ലാ തഫ്അൽ, അങ്ങനെ ചെയ്യരുത്. ചിലത് സിഫർ, 0 ഇപ്പൊ കണ്ണ് ചിമ്പി ഒരു അമ്പുകോൽ എടുക്കും. ഇഫ്അൽ എന്നുള്ളതാണെങ്കിൽ ആ യാത്രക്ക് അവർക്ക് പുറപ്പെടാം. ലാ തഫ്അൽ എന്നാണ് അമ്പാണ് എടുത്തത് എങ്കിൽ പുറപ്പെടാൻ പാടില്ല. സിഫർ ആണെങ്കിൽ ഒരു ചാൻസ് കൂടി ഉണ്ട്, രണ്ടാമതും ഒരു അമ്പുകോൽ എടുത്തു. ചില ശബ്ദങ്ങൾ ശകുനങ്ങളായി വിശ്വസിച്ചിരുന്ന, ചില മാസങ്ങളിൽ, ചില ദിവസങ്ങളിൽ, ചില സമയങ്ങളിലൊക്കെ ശകുനങ്ങൾ വിശ്വസിച്ചിരുന്ന, ദുശകുനത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു അവർ. അതുപോലെ യുദ്ധങ്ങളാണ്, 30-40 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1-2 ദിവസമായി GCCയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അസ്വസ്ഥരാണ് ആളുകളൊക്കെ, നമ്മളൊക്കെ ബേജാറിലാണ്. കാരണം നമ്മുടെ കുടുംബങ്ങളും ഉറ്റവരൊക്കെ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 1-2 ദിവസങ്ങൾ മാത്രം മിസൈലുകൾ അവരുടെ തലക്ക് മുകളിലൂടെ പറന്നപ്പോൾ എല്ലാവരും ബേജാറിലാണ്. 30-40 ദിവസം വർഷങ്ങൾ യുദ്ധം നീണ്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ സമൂഹത്തിന്റെ അവസ്ഥ? GCCയിൽ ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നമ്മുടെ സഹോദരന്മാർക്കും അള്ളാഹു സമാധാനം നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരത്തിലെ എല്ലാ പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും, യുദ്ധങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു മോചനം നൽകുകയും സമാധാനമുള്ള അന്തരീക്ഷം ലോകത്ത് സൃഷ്ടിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് 30-40 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളാണ്. ശവം തിന്നുന്നവരായിരുന്നു ജാഹിലിയത്തിലുള്ളവർ. ദാഹിക്കുമ്പോൾ രക്തം കുടിക്കുന്നവരായിരുന്നു ജാഹിലിയത്തിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. കുട്ടികളെ വധിച്ചു കളയുന്നവരായിരുന്നു. ഇപ്പൊ നമ്മുടെ മക്കൾ എത്ര ലഹരിക്കടിമപ്പെട്ടാലും, എത്ര മോശപ്പെട്ടേ ചെയ്താലും അവരെ കൊല്ലുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. എന്നാൽ പിറന്നു വീണ കുട്ടി
പെൺകുഞ്ഞാണ് എന്നറിയുമ്പോൾ അവരെ കൊന്നു കളയുന്ന ഒരു ജനതയായിരുന്നു ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നതെന്നാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ കുറിച്ച് പറഞ്ഞത്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, ജനിച്ചതൊരു പെൺകുട്ടിയാണ് എന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം, അവരുടെ മുഖം കറുക്കാൻ തുടങ്ങി, വല്ലാതെ ദേഷ്യം വരാൻ തുടങ്ങി. ജനിച്ചത് പെൺകുട്ടിയാണ് എന്നതിൻ്റെ പേരിൽ അവർ വല്ലാതെ കോപാകുലരാവുകയാണ്. എന്നിട്ട് അവരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട കുട്ടിയുടെ വിഷയത്തിൽ അവർ ചിന്തിക്കുന്നത് എന്താ? യതവാറാ മിനൽ ഖൗം, അവരിങ്ങനെ ജനതയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങും. എന്താണ്? ഒരു പെൺകുഞ്ഞ് ജനിച്ചല്ലോ, അപമാനായി, മോശം, ഇനി എങ്ങനെയാണ് ഞാൻ ജനതയിലേക്ക് ചെല്ലുക? എന്നിട്ട് അവരിങ്ങനെ ആലോചിക്കണ എന്താണ്? ഈ കുട്ടിയെ ഇനി അപമാനം സഹിച്ചുകൊണ്ട് നിലനിർത്തണോ, അതല്ല മണ്ണിൽ കുഴിച്ചിട്ടാലോ? ഇത് അല്ലാഹ് പറയാണ്, മോശപ്പെട്ട വിധിയാണ് അവർ നയിച്ചത്, അഥവാ കുട്ടിയെ കൊല്ലാൻ അവർ തീരുമാനിച്ചു എന്നതാണ്. അപ്പോൾ കുട്ടിയെ കൊന്നിരുന്ന ഒരു ജനതയായിരുന്നു. അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജനത, പലിശ നിസ്സാരവൽക്കരിക്കുന്ന ഒരു ജനത. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയിലൂടെ നമുക്ക് അറിയിച്ചു തന്നത് ദിർഹമു റിബൻ യഅകുലുഹു റജുലു വഹുവ യഅലമു അശദ്ദു മിൻ 36 സനിയ. അറിഞ്ഞുകൊണ്ട് പലിശയിൽ നിന്ന് ഒരു ദിർഹം ഒരാൾ ഭക്ഷിക്കുക എന്നുള്ളത് 36 തവണ വിഭജിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് എന്നാണ്. അത്രയും ശക്തമായ താക്കീത് നൽകിയ ശിക്ഷ നിസ്സാരവൽക്കരിച്ച ജനതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരവകാശവും ഒരു സ്വാതന്ത്ര്യവും നൽകാത്തൊരു ജനതയായിരുന്നു. സ്ത്രീകളെ അപമാനിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ജാഹിലിയത്തിൽ ഇസ്ലാം വരുന്നതിന് മുമ്പുണ്ടായിരുന്നത്. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ആചാരങ്ങളിൽ കാണാം, ആ സ്ത്രീയെ ആരുമില്ലാത്ത ഒരു വൃത്തിഹീനമായ മുറിയിലിട്ടടക്കും. ഒരു വർഷം കുളിക്കാതെ, സുഗന്ധം പൂശാതെ, വൃത്തിഹീനമായ വസ്ത്രം ധരിച്ച് ആ റൂമിൽ അവൾ കഴിയണം. ഒരു വർഷത്തിന് ശേഷം പുറത്തേക്ക് വരും. എന്നിട്ടൊരു കഴുതനെ, ഒരു കുതിരനെ കൊണ്ടുവരും. എന്നാൽ അവളുടെ ശരീരത്തിലുള്ള അശുദ്ധിയെല്ലാം ആ മൃഗത്തിൻ്റെ മേലുരച്ച് അവൾ വൃത്തിയാക്കും. അതോടെ ആ മൃഗം ചത്തുപോകുന്നതാണ്. കാരണം അത്രയും വൃത്തിഹീനമായിട്ടുണ്ടാകും അവളുടെ ശരീരം. അതിനുശേഷം ഒരു കൊട്ട കാഷ്ടം അവൾക്ക് നൽകും. ആ കഷ്ടം എല്ലായിടത്തും വിതറിക്കഴിഞ്ഞാൽ അവൾ ശുദ്ധിയായി. ഇങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ജാഹിലിയത്തിലുണ്ടായിരുന്നത്. എന്താണ് അവിടുത്തെ നിക്കാഹിൻ്റെ അവസ്ഥകൾ? വ്യത്യസ്ത രൂപത്തിൽ നിക്കാഹുകൾ ജാഹിലിയത്തിൽ നിലനിന്നിരുന്നു. ഒരു നിക്കാഹിൻ്റെ പേരാണ് നിക്കാഹുൽ ഇസ്തിബ്ളാ. ഇസ്തിബ്ളാഇൻ്റെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച ഭർത്താവ് ഭാര്യയോട് പറയാണ്, നിനക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ നീ വ്യഭിചരിച്ചോ. ഭർത്താവ് ഭാര്യനെ വ്യഭിചരിക്കാൻ വേണ്ടി മാറ്റി നിർത്തി കൊടുക്കുകയാണ്. അങ്ങനെ നല്ലൊരാളെ നോക്കി ഭാര്യ വ്യഭിചരിക്കും. എന്നിട്ട് അതിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞിനെ അവർ സ്വന്തമാക്കും. അപ്പം നല്ല ബീജത്തിലുണ്ടാകുന്ന കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ വിശദീകരണങ്ങൾ കാണുന്നത്. മറ്റൊരു നിക്കാഹിൻ്റെ രൂപം 10 ആളുകളെ ഒരു സ്ത്രീ തിരഞ്ഞെടുക്കുന്നതാണ്. എന്നിട്ട് 10 ആളുകളുടെയും വ്യഭിചരിക്കും. എന്നിട്ട് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ DNA ഒക്കെ നോക്കണ പോലത്തെ ഒരാളെ വിളിച്ചു വരുത്തി ഈ കുഞ്ഞ് ആരോടാണ് സാദൃശ്യം എന്ന് നോക്കി അയാളെ ഉപ്പയായി തിരഞ്ഞെടുത്തിരുന്ന ഒരു വിഭാഗമാണ് ജാഹിലിയത്തിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ എത്രത്തോളം ഇരുട്ടിലും അന്ധകാരത്തിലുമാണ് അവർ ജീവിച്ചിരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് ദീനില്ലാതെ ഇരുന്നാൽ ഒരു സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ. ആ ഒരു സമുദായത്തെ കുറിച്ചാണ് അള്ളാഹു പിന്നെ പറഞ്ഞത്, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും നല്ല ജനത എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ എന്താണ് ആ അവസ്ഥയിലേക്ക് അവരെ മാറ്റിയത്? അത് ദീനായിരുന്നു. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ആ മരത്തിന്റെ ചുവട്ടിലിരുന്ന് താങ്കൾക്ക് ബൈഅത്ത് ചെയ്തവരെ റസൂലേ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത അവസ്ഥയിലേക്ക് ഈ ഇരുട്ടിൽ മുങ്ങി നിന്ന ജനതയെ മാറ്റിയത് എന്താണ് പ്രിയമുള്ളവരെ? ഈ ദീനായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ കരയാണ്. ഒരു ദിവസം പൊട്ടി കരയുന്നു. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പം അദ്ദേഹം പറയാണ്, അള്ളാഹു പറഞ്ഞ ആയത്ത് നീ കേട്ടില്ലേ? സൂറത്തു മറിയമിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ.
നരകത്തിന്റെ അരികിലേക്ക് വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെയില്ല. അത് റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. അപ്പൊ ഞാനും നീയും കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അരികിലേക്ക് വരും. പിന്നെ അതിൽ തഖ്വ പാലിച്ചവരെ അള്ളാഹു അതിൽ നിന്ന് രക്ഷിക്കുകയും അല്ലാത്തവർ അതിലേക്ക് വിട്ടേക്കുകയും ചെയ്യും. ആ വിടുന്നവരുടെ കൂട്ടത്തിൽ, രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ ഞാനും നീയും ഉണ്ടാകുമോ എന്നാലോചിച്ച് അദ്ദേഹം കരഞ്ഞു എന്നാണ്. ആ അവസ്ഥയിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയത് എന്താണ് പ്രിയമുള്ളവരെ? അതീ ദീനായിരുന്നു. മുഅ്ത യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 സ്വഹാബാക്കളെ യുദ്ധത്തിന്റെ കൂടി ഏൽപ്പിക്കുന്നുണ്ട്. ഒരു സൈന്യത്തിന് 3 നേതാക്കന്മാർ. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ റസൂൽ കൂടി നൽകിയിട്ട് പറഞ്ഞു, സെയ്ദ് നീയാണ് നേതാവ്. സെയ്ദ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത നേതാവ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. ജഅഫറും കൊല്ലപ്പെട്ടാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ. എന്തിനാണ് ഒരു യുദ്ധത്തിന് 3 നേതാക്കന്മാർ? അത് പറയുമ്പോൾ തന്നെ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന് അറിയാം ഞാൻ ഷഹീദാവും. ജഅഫർ ഇബ്നു അബീ ത്വാലിബിന് അറിയാം ഞാൻ ഷഹീദാവും. അബ്ദുല്ലാഹി ഇബ്നു റവാഹയ്ക്ക് അറിയാം ഞാൻ ഷഹീദാവും. അവര് കൊടിയും വാങ്ങി മുഅ്തയുടെ രണാങ്കണത്തിലേക്ക് യാത്ര തിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. മദീനയിലിരുന്ന് വഹി മുഖേന റസൂലുള്ളാഹി സ്വഹാബത്തിന് ഇങ്ങനെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലെ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്, സെയ്ദ് ശക്തമായി പോരാടുന്നുണ്ട്, പക്ഷേ സെയ്ദ് ദാ കൊല്ലപ്പെട്ടിരിക്കുന്നു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് കൊടിയേറ്റെടുത്തു. ജഅഫർ റളിയല്ലാഹു അൻഹു ശക്തമായി പോരാടി. 80ഓളം വാൾവെട്ടുകളും അമ്പുകളും കൊണ്ട് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായി വീണു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കൊടിയേറ്റെടുത്തു. അദ്ദേഹവും മുഅ്തയുടെ രണാങ്കണത്തിൽ ഷഹീദായി വീണു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. റസൂലുള്ളാഹി എവിടേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടികൾ പുറത്ത് കളിക്കുന്നുണ്ട്, ഭാര്യയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് പറഞ്ഞു, അബ്ശിരി, നീ സന്തോഷിച്ചോ? പെണ്ണെ, മുഅ്തയുടെ രണാങ്കണത്തിൽ ജഅഫർ കൊല്ലപ്പെട്ടതിന്റെ വിഷയത്തിൽ നീ സന്തോഷിച്ചോ? കാരണം അറ്റുതൂങ്ങിയ, അറുത്തുമാറ്റിയ ജഅഫറിന്റെ കൈകൾക്ക് പകരം അള്ളാഹു 2 ചിറകുകൾ വെച്ചു കൊടുക്കുകയും ആകാശത്തിലൂടെ മലക്കുകളുടെ കൂടെ ജഅഫർ പാറിക്കളിക്കുന്നുണ്ട്. അബ്ശിരി, അതുകൊണ്ട് നീ സന്തോഷിച്ചോ എന്ന് പറയുന്ന ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാം. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഈ ചരിത്ര രൂപത്തിലേക്കെല്ലാം ഈ സ്വഹാബത്തിനെ മാറ്റിയത് എന്തായിരുന്നു? അത് ദീനായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഖുർആൻ മുറുകെ പിടിക്കുക എന്നതല്ലാത്ത ഒരു പരിഹാര മാർഗങ്ങളും ഈ ജീർണതകൾ ഇല്ലാതാക്കുവാൻ നമുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആളുകളെല്ലാം അസ്വസ്ഥതയിലാണ്, വേജാറിലാണ്, മാനസികമായ പ്രശ്നങ്ങളിലാണ്. ഈ നാസയുടെ സൈറ്റിൽ കയറിയിട്ട് പ്രപഞ്ചത്തിന്റെ വലിപ്പം എന്നടിച്ചു നോക്കിയാൽ ഒരു എക്സാക്റ്റ് ഉത്തരം കിട്ടില്ല. ഇത്ര വലിപ്പമാണ് പ്രപഞ്ചത്തിന് എന്ന് പറയാൻ ഇന്നും നാസക്ക് പോലും സാധിച്ചിട്ടില്ല. ഇത്രയും വിശാലമായ, ഇത്രയും അനന്തമായ ഈ പ്രപഞ്ചത്തെ, അവിടെയുള്ള കോടാനുകോടി ഗോളങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, അതിനെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂല പ്രിയമുള്ളവരെ. നമ്മുടെ മനസ്സ് സൃഷ്ടിച്ച, നമ്മുടെ മനസ്സിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിന് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കൂലേ? 5 നേരവും അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് വിശ്വാസികൾ. അള്ളാഹുവിനോട് സംസാരിക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ തുറന്നു പറയാനുള്ള പ്രശ്നങ്ങളെ വിശ്വാസികൾക്കുള്ളൂ. പക്ഷെ ആ രൂപത്തിൽ അതിനെ കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിൻ്റെ ഒരു പ്രത്യേകത, മനസ്സാർക്കും കാണാൻ കഴിയില്ല. ഇപ്പോൾ ഒരു എല്ലിൻ്റെ ഡോക്ടർ, അയാൾ പിന്നെ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലിന് മുമ്പിൽ കണ്ടിട്ടാണല്ലോ പഠിക്കുക. ഇതിങ്ങനെ തൊട്ട് നോക്കി ഇന്ന ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തിട്ടാണല്ലോ പഠിക്കുക. ഒരു കണ്ണിനെ കുറിച്ച് ഒരു ഒഫ്താൽമോളജി ഡോക്ടർ പഠിക്കുമ്പോൾ കണ്ണിൻ്റെ പ്രവർത്തനങ്ങളും കണ്ണിൻ്റെ ഓരോ അവയവങ്ങളും കണ്ടിട്ടാണല്ലോ ഡോക്ടർ പഠിക്കുക. എന്നാൽ ഒരു മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സൈക്കാട്രിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റ് മനസ്സ് മുന്നിൽ കണ്ടിട്ടാണോ പഠിക്കുക? അല്ലല്ലോ. മനസ്സ് കാണാനും മനസ്സ് തൊടാനും ആർക്കും അറിയാൻ കഴിയൂലല്ലോ. ഇപ്പൊ മനസ്സിന്റെ സങ്കടങ്ങൾ എന്താണ്, മനസ്സിന്റെ സന്തോഷം എന്താണ്,
മനസ്സിന്റെ സമാധാനം എന്താണ്? ഇതെല്ലാം പറയാൻ ആ മനസ്സിനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന പരിഹാരങ്ങൾ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് അറിയിച്ചു തന്നത്. മനസ്സിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞില്ലേ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ആക്ഷേപിക്കുന്ന മനസ്സിനെ കൊള്ളെ ഞാനിതാ സത്യം ചെയ്തു പറയുന്നു എന്നാണ്. മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടാൽ ഒരു മനുഷ്യൻ നന്നായി എന്നാണ്. ഒരാൾക്ക് 10 സെന്റ് സ്ഥലവും 2 നില വീടും ഒരു 4 ലക്ഷത്തിൻ്റെ ഒരു വാഹനം ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ കുറിച്ച് പറയും, അയാളൊക്കെ നന്നായിക്കണോ, അയാളൊക്കെ വിജയിച്ചുക്കണോ, അയാളൊക്കെ നല്ല രൂപത്തിൽ മുന്നേറുന്നുണ്ട് എന്ന് നമ്മൾ പറയും. എന്നാൽ പരിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ ഒരാൾ വിജയിച്ചു എന്നും ഒരാൾ സംശുദ്ധനായി എന്നും പറയുന്നത് എപ്പോഴാണ്? ഒരാളുടെ മനസ്സ് ശുദ്ധമാകുമ്പോഴാണ്. ഖുർആനിലെ ആയത്തുകളൊക്കെ വായിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ സാധിക്കണം. മനസ്സ് നന്നായി അവൻ വിജയിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ, മനസ്സിനെ പരിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, മനസ്സിനെ കളങ്കപ്പെടുത്തിയവൻ, മലിനമാക്കിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ മനസ്സ് അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ. ഇത് ഞാൻ പറഞ്ഞതല്ല, സൂറത്ത് യൂനിസിൽ അല്ലാഹ് പറഞ്ഞതാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സതുപദേശം നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. ഈ സതുപദേശമായ ഖുർആനിന്റെ പ്രത്യേകത വശിഫാഉൻ ലിമാ ഫി സുദൂർ, ഹൃദയങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് ഈ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ദുനിയാവിൽ സന്തോഷം കിട്ടാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്തായിക്കൊള്ളട്ടെ, മറ്റെന്തായിക്കൊള്ളട്ടെ, ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, ദുനിയാവിൽ സന്തോഷത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന എല്ലാത്തിനേക്കാളും നിങ്ങൾക്ക് ഉത്തമം ഈ പരിശുദ്ധ ഖുർആനാണ്. കാരണം ഈ ഖുർആൻ മുറുകെ പിടിക്കുന്നതിലൂടെ മാത്രമേ ഇരു ലോകത്തും സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം ഒരാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ ഉറപ്പ് പറയുന്ന ഒരു കാര്യം, ഉറപ്പിച്ച് പറയാണ്, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ, നമുക്കൊക്കെ ഓരോ ദിവസം നീക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആരുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് ഒരു 4-5 പേജോ ഓതിയാൽ നമുക്കൊരു സമാധാനം കിട്ടും. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണം. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. എത്ര സങ്കടം ഉണ്ടായാലും ശരി, ആരുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് ഖുർആൻ മനസ്സിലാക്കി ഒരു 4-5 പേജ് നമ്മൾ ഓതിയാൽ അത് ഓതി കഴിയുമ്പോഴേക്ക് നമുക്കൊരു സമാധാനവും സന്തോഷവും കിട്ടും. പക്ഷെ അങ്ങനെ ഖുർആനെ നമ്മൾ കാണുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും QHS ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മൾ എത്ര പേര് അതിൽ പങ്കെടുക്കുന്നുണ്ട്? ഖുർആൻ അതിൻ്റെ ഓരോ ആയത്തുകളും വിശദീകരിച്ച് തഫ്സീർ സഹിതം ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷെ അതൊന്ന് മനസ്സിലാക്കാൻ, അതൊന്ന് കേൾക്കാൻ, അള്ളാഹുവിൻ്റെ സതുപദേശം ഒന്ന് മനസ്സിലാക്കാൻ നമ്മളിൽ എത്ര പേർ സമയം കണ്ടെത്തുന്നുണ്ട്? പ്രിയമുള്ളവരെ, മാറാത്തതെല്ലാം ഈ ഖുർആനിന് മുന്നിൽ മാറും. സ്വഭാവങ്ങൾ മാറും, ഹൃദയങ്ങൾ മാറും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹു മാറിയത് എങ്ങനെ? ഖുർആനിന്റെ മുന്നിലല്ലേ. ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ഇസ്ലാം സ്വീകരിച്ച സ്വഹാബത്തിനെ കയ്യും കാലും കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചിരുന്ന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എങ്ങനെ അദ്ദേഹം മാറിയത്? ഖുർആൻ കേട്ടതിൻ്റെ പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ നിന്ന് സൂറത്തുൽ ഹാഖ കേട്ടതിൻ്റെ പേരിലാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയം മാറിയത്. ഉമർ റളിയല്ലാഹു അൻഹു അതിനുശേഷം ഖലീഫയായിട്ട് ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, ഉമറെ, എൻ്റെ മക്കളൊക്കെ വസ്ത്രമില്ലാത്തവരടുത്തുകൊണ്ട് അവർക്ക് വസ്ത്രം നൽകണം. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ നൽകിയില്ലെങ്കിലും, നീ നൽകിയില്ലെങ്കിൽ ഞാൻ പോകും. നീ പോയാലോ ഉമറെ, നാളെ പരലോകത്ത് ഞാൻ വരും. എന്നിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ വേർതിരിച്ച് നിർത്തുന്നൊരു ദിവസമുണ്ട്. അന്ന് റബ്ബിനോട് ഇതിനെക്കുറിച്ച് ഞാൻ പറയും. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു ഉള്ള വസ്ത്രം അയച്ച് അദ്ദേഹത്തിന് നൽകിയെന്നാണ്. എന്നിട്ട് പറഞ്ഞു, ലിയൗമിഹി ലാ ലിശഅരിഹി, ആ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാട്ടോ, അല്ലാതെ എൻ്റെ കവിത കേട്ടിട്ടല്ല. ആ അവസ്ഥയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു മാറിയത് എന്താണ് പ്രിയമുള്ളവരെ? ഈ പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ സ്വാധീനിച്ചത് കൊണ്ടല്ലേ. അതുകൊണ്ട് ആ ഖുർആനുമായുള്ള ബന്ധം എത്രത്തോളം നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഖുർആനുമായി പ്രധാനപ്പെട്ട 4 ബാധ്യതകൾ നമുക്കുണ്ട്.
ആ ബാധ്യതകൾ നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ട ഒരു സമയം കൂടിയാണത്. ഖുർആനുമായി നമുക്കുള്ള ബാധ്യതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ഈ റമളാനിൽ നമുക്ക് പറയാൻ സാധിക്കണമല്ല, നിന്റെ ഖുർആനിന് മുന്നിൽ എൻ്റെ ഹൃദയം, എൻ്റെ കണ്ണുകൾ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഖുർആനുമായുള്ള ബാധ്യതകൾ നമുക്ക് നിറവേറ്റാൻ സാധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഖുർആന്റെ കേവല പാരായണമാണ്. ഖുർആൻ ഊത്, അർത്ഥറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി, ഖുർആൻ ഇങ്ങനെ ഊത്. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കി. നമ്മൾ പാലിച്ചു, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ രാത്രി ഉറക്കൊഴിച്ചും അതുപോലെ തന്നെ പിന്നെ അതിനു വേണ്ടി സമയം മാറ്റി വെച്ച് പിന്നെ പ്ലാനൊക്കെ ഉണ്ടാക്കി ബിസിനസ്സിൻ്റെ പ്ലാനൊക്കെ വരക്കും. എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ മാസാവസാനം നോക്കുമ്പോൾ നഷ്ടമായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പാരായണത്തിനെ കുറിച്ച് പറഞ്ഞത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ഒരു ഹർഫ് ഓതിയാൽ 10 കൂലി കിട്ടിയില്ലേ? സൂറത്തുൽ ബഖറ ഓതുമ്പോഴേക്ക് എത്ര പ്രതിഫലം ലഭിച്ചു? ഇന്നിപ്പോൾ 11 ദിവസങ്ങൾ റമദാനിൽ കഴിഞ്ഞു പോയി. ഒരു ഖത്തും തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പോട്ടെ, അര ഖത്തുമെങ്കിലും നമ്മുടെ എത്തിയോ? എത്ര ജുസുകൾ നമ്മുടെ എത്തിയോ? നമ്മൾ ചിന്തിക്കേണ്ട 1ഉം 2ഉം ഖത്തുമുകൾ തീർത്തുപോയ ആളുകൾ ഈ 11 റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പം ഞാൻ സൂറത്തിൽ മുൽക്ക് ഹിഫ്ള് പഠിച്ചത് ഹിഫ്ള് പഠിക്കാൻ വേണ്ടി പഠിച്ചതല്ല. എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞ് വന്നാൽ സൂറത്തിൽ മുൽക്ക് ഓതണം, അത് ഉമ്മാൻ്റെ നിർബന്ധം. സൂറത്തിൽ മുൽക്ക് ഓതിയിട്ടേ സ്കൂളത്തതും മദ്രസയത്തതും പഠിക്കാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ നിരന്തരം ഓതി സൂറത്തുൽ മുൽക്ക് ഹിഫ്ളായതാണ്. നമ്മളെ കുട്ടികൾക്ക് പറയാൻ സാധിക്കുമോ, എൻ്റെ ഉപ്പാൻ്റെ കൂടെ ഇരുന്ന് ഓതിയിട്ടാണ്, എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഇരുന്ന് ഓതിയിട്ടാണ് ഞാൻ ഇന്ന സൂറത്ത് പഠിച്ചത് എന്ന് നമ്മളെ കുട്ടികൾക്ക് പറയാൻ സാധിക്കുമോ? പ്രിയമുള്ളവർ, നമ്മൾ അവർക്ക് എന്തു നൽകാം? അവരെ ഡോക്ടറാക്കാം, അവരെ എഞ്ചിനീയറാക്കാം, എന്തുമാക്കാം. പക്ഷെ ദീന നൽകിയിട്ടില്ല എങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചാവക്കാട് നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. ചാവക്കാട് ഒരു മയ്യത്ത് പങ്കെടുത്താണ് അയാൾ. അപ്പോൾ മയ്യത്ത് പങ്കെടുത്തിട്ട് ഉപ്പയാണ് മരിച്ചത്, മകനാണ് ഇമാമുന്നത്. നിസ്കാരം പെരുന്നാൾ നിസ്കാരം പോലെ ഇരുന്നതാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും. അതിനുള്ള ഫാത്തിഹ ഇല്ല, ഇബ്രാഹിം സ്വലാത്തില്ല, അല്ലാഹു ഫർലഹു വറഹമു പ്രാർത്ഥന, നിസ്കാരം ശരിയാവുന്നതാണ്. അപ്പം നിസ്കാരം ശരിയാവില്ല, ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഫർള് കിഫ വിടൂല. നമ്മൾ മരണപ്പെട്ട് നമുക്ക് വേണ്ടി അവസാനമായി മയ്യത്ത് നിസ്കരിക്കാൻ പോലും അറിയാത്ത മക്കളെയാണ് നമ്മൾ വിട്ടേച്ചു പോകുന്നത് എങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു, ഇന്റെ ഉപ്പാക്കൊന്ന് പുറത്തു കൊടുക്കണേ, ഇന്റെ ഉമ്മയോടൊന്ന് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാത്ത മക്കളെയാണ് നമ്മൾ വിട്ടേച്ചു പോകുന്നത് എങ്കിൽ ആലോചിച്ച് നോക്കൂ. 30 വർഷം 40 വർഷം മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ ഒരു സിംഹഭാഗം മക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവരാണ് ഭൂരിപക്ഷം മാതാപിതാക്കളും. എന്നിട്ട് അവർ മരണപ്പെട്ടു പോകുന്ന സമയത്ത് അവസാനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്ന ഒരു മകളെ വിട്ടേച്ചു പോയിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് നേടി? അപ്പൊ ഖുർആന്റെ പാരായണം നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും എല്ലാവരും ഒരുമിച്ചിരുന്ന് വീട്ടിൽ ഓതുന്ന ഒരു സമയം വേണം. അത് നമ്മൾ ബോധപൂർവം നിശ്ചയിക്കണം, നമ്മൾ സൃഷ്ടിക്കണം. അതിൽ ബർക്കത്തുണ്ട്. രണ്ടാമത്തെ ഖുർആനുമായുള്ള ഒരു ബാധ്യത എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഹിഫ്ള് പഠനമാണ്. ഖുർആൻ്റെ ഹിഫ്ള് പഠനം വരുമ്പോൾ ചില ആൾക്കാർ പറയും, ഓ എന്താ അവസ്ഥ, 50 കഴിഞ്ഞു 55 കഴിഞ്ഞു റിട്ടയർഡ് കഴിഞ്ഞു, ഇങ്ങനൊക്കെ ഇപ്പോൾ എന്ത് ഹിഫ്ള് പഠിക്കാനാണ്? അല്ലാഹു പറഞ്ഞു വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ 2 ആൾക്കാർ പരിചയപ്പെട്ടു. അപ്പോൾ ഒരാൾ 50 കഴിഞ്ഞിട്ടുണ്ട്, ഒരാൾ 60 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ, ഒരാൾ റിട്ടയർഡ് ആയതാണ്, ഒരാൾ റിട്ടയർഡ് ആവാൻ വേണ്ടി കാത്തിക്കാണ്. അപ്പോൾ പിന്നെ അവരിങ്ങനെ പറഞ്ഞു, അവർ ഈ ആദർശമൊക്കെ കിട്ടി, ഈ അടുത്ത് ഈ തൗഹീദിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ കുറേ കാലം മാലും മൗലൂദൊക്കെ ഓതി അങ്ങനെ ജീവിച്ചു, ഈ തൗഹീദിൻ്റെ വെളിച്ചം കിട്ടിയപ്പോഴാണ് ഖുർആൻ ഒന്ന് പഠിക്കണം എന്ന് ആഗ്രഹം തോന്നിയത്. അപ്പോൾ ഈ നാട്ടിലൊരു കാക്ക ഞങ്ങളോട് പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചുതരാം, അമാനുമായിട്ട് തഫ്സീർ വെച്ച് നിങ്ങൾക്ക് ഞാൻ ഖുർആൻ പഠിപ്പിച്ചുതരാം. അങ്ങനെ ഞാൻ ആ ചെയ്യുന്ന സമയത്ത് 50-60 വയസ്സായ ആൾക്കാർ 40-45 സൂറത്തുകളുടെ തഫ്സീർ പഠിച്ച് ധാരാളം ആയത്തുകൾ അവർ ഹിഫ്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ റമളാനിൽ നമ്മൾ നിത്യം ഓതുന്ന സൂറത്തുകൾ, നിത്യം ഓതുന്ന ആയത്തുകൾ, അതൊക്കെ ഹിഫ്ളാക്കാൻ ലക്ഷം. ഒരായത്ത് അധികം ഹിഫ്ളാക്കിയാൽ സ്വർഗത്തിൽ ഒരു ദർജ അധികം കയറിക്കൂടെ? സ്വർഗത്തിലേക്ക് എത്തിയാൽ പറയുന്നതാണ്, ഇഖ്റ വർദ്ധത്തി, ഓതിക്കോ എന്നിട്ട് കയറിക്കോ. എത്ര ആയത്ത് ഹിഫ്ളുണ്ടോ അത്രയും മുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും.
മൂന്നാമത്തെ ഖുർആനുമായുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിക്കലാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരിയാണ്, ഖുർആൻ ഓതാനുള്ളതാണ്, ഹിഫ്ലാക്കാനുള്ളതാണ്. പക്ഷെ അള്ളാഹ് ഖുർആൻ ഇറക്കിയത് അതിനു വേണ്ടിയല്ലല്ലോ. ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറു ഉലുൽ അൽബാബ്. ഖുർആന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുവാൻ അതിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കി. ഖുർആന് സുന്ദരമായ അർത്ഥതലങ്ങളുണ്ട്, മനോഹരമായ ആശയതലങ്ങളുണ്ട്. അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാത്രമാണ് ഈ ഖുർആന്റെ ആസ്വാദനം നമുക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളിങ്ങനെ ആലോചിച്ചു, ഏതെങ്കിലും ഒരു ഖുർആൻ ആയത്ത് ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയാനുണ്ടോ ഈ ആയത്ത് ഓതിയിട്ടാണ് എൻ്റെ കണ്ണ് നനഞ്ഞതെന്ന്? ഒരായത്ത് ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയാനുണ്ടോ ഈ ആയത്ത് ഓതിയിട്ടാണ് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതെന്ന്? ഒരായത്ത് ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയാനുണ്ടോ ഈ ആയത്ത് ഓതിയിട്ടാണ് ഞാൻ ഇന്ന തിന്മ ഉപേക്ഷിച്ചത്, ഇന്ന നന്മ പ്രാവർത്തികമാക്കിയത്? 6000 ചില്ലാനം വചനങ്ങൾ ഖുർആനിലുണ്ടായിട്ട് നമുക്ക് നമ്മുടേതായി ചൂണ്ടിക്കാണിക്കാൻ ഒരു ആയത്ത് പോലും ഇല്ല എങ്കിൽ, നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ സ്വാധീനിച്ച ഒരായത്ത് പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ഹതഭാഗ്യവാന്മാരാണെന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് ഒരാളൊരു പുസ്തകം തന്നിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ പുസ്തകം ഒന്ന് വായിച്ചാൽ, ഇതിങ്ങനെ വായിച്ചതിൻ്റെ അവസാനത്തിൽ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടേക്ക് ചെന്ന് എത്തിയാൽ എനിക്ക് കോടിക്കണക്കിന് പൈസ ഉണ്ട്, അവിടെ വലിയ കൊട്ടാരുണ്ട്, സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്. അപ്പം നമ്മളിങ്ങനെ തുറന്ന് വായിച്ചു നോക്കുമ്പോൾ അറിയാത്ത ഭാഷ, ഇതെനിക്ക് അറിയാത്തതാണ്, ജുവാറക്കിനെ കൊണ്ടെടുത്തോന്ന് പറയും. നമ്മൾ ആ ഭാഷ മുഴുവൻ പഠിച്ച് നമ്മളത് വായിച്ച സ്ഥലത്തേക്ക് എത്തും. അല്ലെങ്കിൽ ആ ഭാഷ അറിയുന്ന ആളുടെ മുന്നിൽ കൊണ്ടുപോയി ആ പുസ്തകം വെച്ച് നമ്മൾ മുഴുവൻ വായിച്ച് മനസ്സിലാക്കൂലേ? പ്രിയമുള്ളവർ, ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. സ്വർഗത്തിലേക്ക് എത്തുന്ന പാത ഏതാണ്, നരകത്തിൽ രക്ഷപ്പെടുന്ന പാത ഏതാണ്, ഇതെല്ലാം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ഈ പരിശുദ്ധ ഖുർആൻ. പക്ഷെ നമ്മൾ തുറന്നു നോക്കിയപ്പോഴോ അറിയാത്ത ഭാഷയാണ്. ആ ഭാഷയൊന്ന് പഠിച്ച് ഖുർആൻ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചോ? അല്ലെങ്കിൽ ആ ഭാഷ അറിയുന്നയാൾ ഖുർആനിൻ്റെ ആശയം പറഞ്ഞു തരുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും അതിനു വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? സ്വർഗം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? നരകത്തിന് രക്ഷ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അത് പറഞ്ഞു തരുന്ന ഗ്രന്ഥമല്ലേ പരിശുദ്ധ ഖുർആൻ. ഈ ഉച്ച സമയത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ചൂട് എത്രയാണ്? ഇത് തീ പോലുമല്ല, ചൂടാണ്. ഇവിടുത്തെ ചൂട് പോലും നമുക്ക് സഹിക്കാൻ കഴിയാൻ, ഇതിൻ്റെ 69 ഇരട്ടിയാണ് നരകത്തിൻ്റെ ചൂട് എന്ന് പറയുമ്പോൾ. ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മആബാ ലാബിതീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. ഒരു തണുപ്പുള്ള പാനീയോ, ആസ്വാദമുള്ളൊരു പാനീയോ ആ നരകത്തിൽ കിട്ടൂല. ഹമീം എന്ന പാനീയം കുടിക്കുമ്പോഴേക്ക് വയറിലതെല്ലാം പൊട്ടിത്തെറിക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സറാബീലുഹും മിൻ ഖത്റാൻ, അവിടുത്തെ വസ്ത്രം ടാറൊരുക്കിയ വസ്ത്രമാണ് എന്ന് പറയുമ്പോൾ, അത് ധരിക്കാൻ തരുമെന്ന് പറയുമ്പോൾ, അലൈഹിം മുഅ്സദ, അതിലെ കരിമ്പുകയും അതിലെ ചൂടും അതിലെ ഉഷ്ണക്കാറ്റും ഒന്ന് പുറത്തു പോകാതിരിക്കാൻ അത് മൂടിയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, എത്ര ഭീകരമാണ് നരകം എന്ന് ആലോചിച്ച് നോക്കും. അതിൽ നിന്ന് എങ്ങനെ രക്ഷ ലഭിക്കും? അത് പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. സ്വർഗം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാം ആശയല്ലേ. 1 മണിക്കൂർ നമുക്ക് വേറെ ജോലി ഇല്ലായിട്ടാണോ പള്ളിയിൽ വന്ന് നമ്മൾ പിരിക്കണത്? അവിടെ AC കുറച്ചു നേരം പോയിരിക്കുക എന്ന് പറഞ്ഞിട്ടാണോ നമ്മളിവിടെ വന്നിരിക്കുന്നത്? ഈ 1 മണിക്കൂർ ഇരുന്നാൽ അള്ളാഹിൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചേ. ഇവിടെയുള്ള ജീവിതം പോലെയാണോ സ്വർഗത്തിലെ ജീവിതം എന്ന് പറഞ്ഞാൽ? ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സമാധാനത്തിന്റെ വാക്കല്ലാത്ത ഒന്നും കേൾക്കാത്തൊരു ലോകം. ആ സ്വർഗത്തിലേക്ക് എങ്ങനെ എത്തുക? അത് പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. പ്രിയമുള്ളവരെ, ആ അവസ്ഥയിൽ നമ്മൾ ഖുർആനെ മനസ്സിലാക്കിയോ? ഈ ഖുർആൻ പഠിക്കാതെ ഇവിടെയും പരലോകത്തും പ്രിയമുള്ളവരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂല. ഖബറിൽ 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞാലും 4ാമത്തെ ഒരു ചോദ്യം, വമാ ഇൽമുക, നിന്റെ അറിവെന്താ? ഇതൊക്കെ എവിടുന്നാണ് നീ മനസ്സിലാക്കിയത്? വിശ്വാസികൾ ഉത്തരം പറയും, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്. വആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖതു, ഞാൻ അതിനെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. അവിശ്വാസികൾ ഉത്തരം പറയില്ല. എന്നാൽ 3ാമത്തെ വിഭാഗം ഖബറിലുണ്ട്. റസൂലുള്ളാഹി പറയാണ്, അവരാദ്യം 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. ദീൻ ഇസ്ലാമാണ്, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്, അള്ളാഹുവാണ് റബ്ബ്.
ഇതൊക്കെ എവിടുന്ന് മനസ്സിലാക്കി ചോദിച്ചപ്പോൾ അവർ പറയും ആളുകൾ പറയുന്നത് ഞങ്ങൾ കേട്ടതാണ്. മിമ്പറും ഇങ്ങനെ കേട്ടു, ഖതീബ് ഇങ്ങനെ പറഞ്ഞത് കേട്ടു, പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞത് കേട്ടു, അതല്ലാതെ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഖുർആൻ പഠിക്കാത്ത മുനാഫിഖീങ്ങളാണ്, കുഫാറുകളിൽപ്പെട്ടവരാണ് അവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഖുർആൻ പഠിക്കാതെ പ്രിയമുള്ളവരെ എങ്ങനെ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും? പരലോകത്ത് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും? അതുകൊണ്ട് ഈ ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ ഈ ഖുർആനിൻ്റെ ആസ്വാദനം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഹൃദയത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കിട്ടും. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇസ്ലാമിന് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങളില്ല, ഖുർആനിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുമില്ല. അതുകൊണ്ടല്ലേ ഖുർആൻ പരിഹരിക്കുന്നത്? ഖുർആനുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് ഇരിക്കണേ നമ്മൾ ഹാരിസ് മൗലവി പോലത്തെ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അവിടെ പോയി ഇവിടെ പോയി അവസാനം ഹാരിസ് മൗലവി അടുത്ത് പോയപ്പോൾ സമാധാനം കിട്ടി, പ്രശ്നം പരിഹരിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ ഖുർആൻ നൽകുന്ന ശിഫയാണത്. ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നു ഗൾഫിൽ നിന്ന്, ദുബൈയിൽ നിന്ന്, അബുദാബിയിൽ നിന്ന്. അയാൾ മെസ്സേജ് അയച്ചിട്ട് അയാൾ പറഞ്ഞത് ഉസ്താദേ എൻ്റെ കുടുംബക്കാരോട് പോലും ഞാൻ അത് പറഞ്ഞിട്ടില്ല. അയാൾ ഇങ്ങനെ നമ്പറൊക്കെ കിട്ടിയിട്ട് അയാൾ മെസ്സേജ് അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ 8 ലക്ഷം രൂപ അയാൾക്ക് മാസം വരുമാനമാണ്. 8 ലക്ഷം രൂപ അയാൾക്ക് മാസം വരുമാനമാണ്. അയാളെ ഭാര്യയ്ക്ക് 2 ലക്ഷം രൂപ മാസം വരുമാനം, 10 ലക്ഷം മാസം വരുമാനമുള്ളൊരു കുടുംബമാണ്. എന്നിട്ട് പറഞ്ഞെന്താ വെച്ചാൽ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, മാനസികമായിട്ടൊരു പ്രശ്നമുണ്ട്, അപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമികരമായിട്ട് എന്താണ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കൽ, ഇതിന് ദുആ ഉണ്ടോ ദിക്റുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അയാൾ മെസ്സേജ് അയക്കണത്. നമ്മൾ ആലോചിച്ചു ഞാൻ ഇപ്പോൾ എന്താൾക്ക് പറഞ്ഞു കൊടുക്കുക, എന്താ പള്ളിക്ക് പറഞ്ഞു കൊടുക്കുക? നിങ്ങൾക്കൊരു 10,000 രൂപ ഞാൻ പള്ളിയിൽ നിന്ന് ശേഖരിച്ച് തരാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് സമാധാനമാവോ? 10 ലക്ഷം രൂപ അയാൾക്ക് മാസം വരുമാനമാണ്. ഏതെങ്കിലും നല്ല ആശുപത്രിയിൽ ഒരു ഡോക്ടറെ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് സമാധാനമാവോ? അബുദാബിയിലെ തന്നെ ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയണ പോലെ ഖുർആനിലെ ചില ആശയങ്ങളും ഖുർആനിലുള്ള ചില കാര്യങ്ങളൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. വലനബുലുവന്നക്കുന്നിലായത്തും മറ്റില ആശയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവസാനമായി അയാൾ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ഈ ഖുർആനിൻ്റെ ആശയം അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ലത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഖുർആനെ കാണാൻ പറ്റണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഖുർആനുമായുള്ള 4ാമത്തെ പ്രധാനപ്പെട്ട ബാധ്യത പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം എന്നുള്ളതാണ്. എന്താണോ പഠിക്കുന്നത്, ചില ആൾക്കാർ ഖുർആൻ ക്ലാസ്സിനൊക്കെ വന്നിരിക്കും, ഖുർആൻ ക്ലാസ്സിലൊക്കെ ഇരിക്കും, കൃത്യമായി പങ്കെടുക്കും, പക്ഷേ അപ്പുറത്ത് പരീക്ഷയുമായി ബന്ധപ്പെടുന്നുണ്ടാവും. അവർ വസ്ത്രം ഇങ്ങനെ നോക്കിയാൽ അത് ഞെരിയാണിക്കടിയിലേക്കാണ്. അവരുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള സുന്നത്തുകളോ ഒന്നും കാണാൻ സാധിക്കില്ല. അങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് എന്താ കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ഖുർആൻ പഠിച്ചു എന്നാൽ അതുമായി ബന്ധം പുലർത്താത്ത ആളുകളാണ്. അപ്പോൾ ഖുർആൻ പഠിക്കുന്ന അനുസരിച്ച് ജീവിതത്തിലോട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ ലാ നതജാവസു അൻ 10 ആയാത്ത് കുന്നാ നഅമലു വ നതഅല്ലമു മഅൻ. ഞങ്ങൾ 10 ആയത്തുകളെ പഠിക്കുന്നത് പ്രാവർത്തികമാക്കും, എന്നിട്ട് അടുത്തത് പഠിക്കുള്ളൂ. ആ രൂപത്തിലേക്ക് നമ്മൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അവരിങ്ങനെ ഒരു ചെറിയ തർക്കത്തിലാണ്. അപ്പോൾ തർക്കത്തിനിടയിൽ ശബ്ദം ഉയർന്നു. പ്രവാചകൻ അരികിലുണ്ട്. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. പ്രവാചകന്റെ മുന്നിൽ വെച്ച് ശബ്ദം ഉയർത്തരുത്. അൻ തഹ്ബത അഅമാലകും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകും. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ജീവിത കാലഘട്ടത്തിൽ ശബ്ദം ഉയർത്തിയിട്ടില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഉമർ റളിയല്ലാഹു മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് 2 ആളുകൾ ത്വായിഫിൽ നിന്ന് മദീന സന്ദർശിക്കാൻ വന്നതാണ്. അപ്പോൾ പള്ളിയിലിരുന്നവരിങ്ങനെ ഉറക്കെ സംസാരിച്ച് ഇങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അടുത്തിലെ സ്വഹാബിനെ കാലുകൊണ്ട് തോണ്ടിയിട്ട് ആ 2 ആൾക്കാരെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരാണ്? ഞങ്ങൾ ത്വായിഫുകാരാണ്, മദീനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മറുപടി, നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നുവെങ്കിൽ ഉമറിൻ്റെ ചാട്ടവാർ നിങ്ങളുടെ മുതുകിൽ പതിക്കുമായിരുന്നു. നിങ്ങൾ ഈ മദീനക്കാരായിരുന്നുവെങ്കിൽ പ്രവാചകന്റെ പള്ളിയിൽ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ ഉമറിൻ്റെ ചാട്ടവാർ നിങ്ങളുടെ മുതുകിൽ പതിയുമായിരുന്നു. അതാണ് പ്രിയമുള്ളവരെ സ്വഹാബത്ത്. ഖുർആന്റെ ആശയങ്ങൾ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയതിൻ്റെ രൂപങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ ഖുർആനെ നമ്മൾക്ക് കാണാൻ സാധിച്ചാൽ നമുക്ക് സമാധാനവും സന്തോഷമുള്ള ജീവിതം ലഭിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സന്തോഷമുള്ള ഒരു ജീവിതത്തിന്, സമാധാനമുള്ള ഒരു ജീവിതത്തിന് വിപരീതമായി നിൽക്കുന്ന 2 കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത്.
ഒരാൾക്ക് സമാധാനവും സന്തോഷവും ഇല്ലാതാകാൻ 2 കാര്യങ്ങൾ ഉണ്ടായാൽ മതി. 1 ദുഃഖമാണ്, 2 ഭയമാണ്. ഒരാളുടെ ഹൃദയത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പേടിയുണ്ടെങ്കിൽ, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സങ്കടം ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും സന്തോഷവും സമാധാനവും ജീവിതം നയിക്കാൻ കഴിയും. ഇത് ഞാൻ പറഞ്ഞതല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വ ബീവിനെയും അവർ സ്വർഗത്തിൽ വെച്ച് തിന്മ ചെയ്ത് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ നിർദ്ദേശം സൂറത്തുൽ ബഖറയിലും അള്ളാഹ് പറയുന്നുണ്ട്, സൂറത്ത് ത്വാഹയിലും പറയുന്നുണ്ട്. സൂറത്ത് ബഖറയിൽ അള്ളാഹ് പറഞ്ഞപ്പോൾ എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വരും. എന്താണ് അള്ളാഹിന്റെ സന്മാർഗം എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആനാണ്, പ്രവാചകനിലൂടെ പഠിപ്പിച്ചിരുന്ന ഹദീസുകളാണ്. അഥവാ ഈ വഹി നിങ്ങൾക്ക് വന്നെത്തിയാൽ അത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ച് പറയുന്നത് ഫലാ ഖൗഫുൻ അലൈഹിം, പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ ഫീമാ യസ്തഖ്ബിലൂനഹു മിനൽ അംരിൽ ആഖിറ, പരലോകത്ത് എന്താ വരിക ഭയപ്പെടൂ. ഒരു ചാൺ മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന സമയത്ത്, ആളുകൾ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സമയത്ത്, നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അള്ളാഹു ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇല്ലാതായി പോകുമോ, ഞാൻ പിന്നെ ശിക്ഷയിൽ അകപ്പെട്ടു പോകുമോ എന്ന ഭയം ഒരാൾക്ക് ആവശ്യമില്ല. അള്ളാഹുവോട് രക്ഷിക്കുന്നതാണ്. വലാഹും യഹ്സനൂൻ, ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞാൽ അലാ മാ ഫാതഹും മിൻ ഉമൂരി ദുനിയ, ദുനിയാവിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ചൊന്നും അവൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ദുഃഖവും ഭയവും ഇല്ല എങ്കിൽ സന്തോഷവും സമാധാനവും അല്ലാഹു ഫലാ യദുല്ലു വലാ യഷ്ഖ, അവൻ വഴിവിഴച്ചു പോകില്ല, ദൗർഭാഗ്യവാനാവില്ല. അപ്പൊ സൗഭാഗ്യം ജീവിതത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ, സന്മാർഗം ലഭിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അതിനേക്കാൾ വലുത് എന്താണ് പിന്നെ ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്? അത് രണ്ടും കിട്ടും എപ്പോൾ? ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം ഉണ്ടാവും. അപ്പൊ എത്രത്തോളം ഖുർആനിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നുവോ, ഇസ്ലാമിക സംസ്കാരങ്ങളിൽ നിന്ന് എത്രത്തോളം നമ്മൾ അകന്നു പോകുന്നുവോ, അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ജീർണതകളും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളെ വസ്ത്രധാരണം നമ്മൾ നോക്കുക, എവിടെയാണ് നമ്മളെ പാൻറ്റൊക്കെ കിടക്കുന്നത്, എവിടെയാണ് നമ്മൾ തുണിയൊക്കെ കിടക്കുന്നത്? അത് ഞെരിയാണിക്കടിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ, ഞെരിയാണിക്കടിയിൽ പോയാൽ അവൻ്റെ ആ ഭാഗം നരകത്തിലാണെന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. 3 വിഭാഗം ആൾക്കാർ, അവരിലേക്ക് അള്ളാഹു പരലോകത്ത് നോക്കൂല, അവരോട് സംസാരിക്കൂല, അവരെ സംസ്കരിക്കൂല, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിലൊരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞ മുസ്ബിലുൻ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്നവരാണ്. അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം പരലോകത്ത് അവരെ നോക്കൂല എന്ന് പറഞ്ഞാൽ, അള്ളാഹിന്റെ തൗഫീഖ് കിട്ടൂല എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, പിന്നെ ആരാ നമ്മളെ പരലോകത്തെ രക്ഷപ്പെടുത്തുക? പിന്നെ ആരാ നമ്മളെ രക്ഷപ്പെടുത്തുക? ദുനിയാവിൽ അവർക്ക് എന്ത് സമാധാനമാണ് കിട്ടുക? അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണം, അല്ലെ? 3 കാര്യങ്ങൾ ഒരു സ്ത്രീ വസ്ത്രത്തിൽ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ. 1, വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ മറയണം. തലയിൽ കൂടെ തട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും മുമ്പിൽ കുറച്ച് മുടി ഇങ്ങനെ കാണുന്നുണ്ട്. കൈയൊക്കെ ഉണ്ട്, എന്നാലും കൈയിൻ്റെ കുറച്ച് ഭാഗം എപ്പോഴും കാണാനുണ്ട്. കാലൊക്കെ മറഞ്ഞിക്കൊണ്ട്, എന്നാലും ഞെരിയാണിൻ്റെ മുകളിൽ കുറച്ച് ഇപ്പോഴും ഇങ്ങനെ കാണാനുണ്ട്. ആ രൂപത്തിലാണോ വസ്ത്രം ധരിച്ചത്? ഇസ്ലാമികമല്ല. രണ്ടാമത്തെ, വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ആകാരം വെളിവാകാൻ പാടില്ല. ഒരു പർദ്ദങ്ങനെ കൊടുത്താൽ ടൈറ്റാക്കി വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ കാണുമോ അതുപോലെ അവയവം അതിനോട് ചേർത്ത് വെച്ച അവയവം ഇങ്ങനെ പ്രകടമാകുന്നൊരവസ്ഥ. ഇസ്ലാമികമല്ല ആ വസ്ത്രം. 3ാമത്തെ, വസ്ത്രം ധരിച്ചാൽ ഉള്ളിലൂടെ കാണാൻ പറ്റില്ല, നേരിയ വസ്ത്രമാകാൻ പാടില്ല, കട്ടിലെ വസ്ത്രമായിരിക്കണം. നെറ്റ് ടൈപ്പ് പോലത്തെ വസ്ത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ മേടിക്കാൻ കിട്ടുന്നത്. ആ രൂപത്തിലെ വസ്ത്രങ്ങളാണോ? പ്രിയമുള്ളവരെ, ഇസ്ലാമികമല്ല. റസൂലുള്ളാഹി എന്താ പറഞ്ഞ്? അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂലാതെ മാത്രമല്ല, ലാ യജിദൂന റിഹഹ, സ്വർഗത്തിന്റെ പരിമളം പോലും അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ആസ്വദിക്കാൻ സാധിക്കൂല എന്നാണ്. സ്വർഗത്തിന്റെ പരിമളമാകട്ടെ 500 വർഷം വഴിദൂരത്തേക്ക് അടിച്ചു വീശുന്നതാണ്. അതുപോലും ലഭിക്കാത്ത സ്ത്രീകൾ ശരീരം മറയുന്ന വസ്ത്രം ധരിക്കാത്തവരാണ് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അത് ചെറിയ കാര്യമാണോ? അത് ഈ ഖുർആനും ഹദീസും മനസ്സിലാക്കിയവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റും. സംസാരം ശ്രദ്ധിക്കും അത്തരം ആളുകൾ. കഴിഞ്ഞ ദിവസം
ഒരു 3 ആഴ്ച മുമ്പ് ഖുത്തുബക്ക് പോണതിന് മുമ്പ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു, ഉസ്താദെ ഖുത്തുബയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ്? കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞത് കരഞ്ഞ് ഇനി കണ്ണീര് വരില്ല എന്നാണ്. കണ്ണീര് വറ്റിപ്പോയി. ഭർത്താവ് ഉപദ്രവിച്ച് തെറി വിളിച്ച് ഭർത്താവ് ആക്രമിച്ച് കരഞ്ഞ് കണ്ണീര് വറ്റിപ്പോയി. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് ഇവരൊന്ന് പറയണത്. എന്തുകൊണ്ടാണ് ആ രൂപത്തിലേക്ക് മാറിയത്? ദീനില്ലാത്തത് കൊണ്ടാണ്. ഈ ഖുർആനും ഹദീസും മുറുകെ പിടിക്കുന്തോറും നമ്മുടെ വസ്ത്രധാരണം ശരിയാവും, നമ്മുടെ സംസാരം ശരിയാവും, പരസ്പരം തെറി വിളിക്കാത്തൊരു ദാമ്പത്യ ജീവിതം നമുക്കുണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് മുറുകെ പിടിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദീൻ മറക്കുന്ന പൊതുസമൂഹം എന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി സംസാരിച്ചാലേ ഈ വിഷയം പൂർണ്ണമാകൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ വിഷയമാണ്. ഓരോ മാതാപിതാക്കളും അവരുടെ കൺകുളിർമയാണ് മക്കൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത്രയും ആശങ്കയോടെയും പ്രതീക്ഷയോടെയുമാണ് ഓരോ മാതാപിതാക്കളും മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അപൂർണമാണ്, ഇത് പൂർണ്ണമല്ല. ഇതൊരു അപൂർണമായ ജീവിതമാണ്. കാരണം നമുക്കിവിടെ രോഗങ്ങൾ വരുന്നുണ്ട്. രോഗം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു ജീവിതത്തിനെതിരാണത്. നമുക്കിവിടെ മാനസിക പ്രയാസങ്ങൾ വരുന്നുണ്ട്. മാനസിക പ്രയാസങ്ങൾ അത് പൂർണ്ണമായ ഒരു ജീവിതത്തിനെതിരാണ്. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് അത് പൂർണ്ണമായൊരു ജീവിതത്തിനെതിരാണ്. അപ്പം പൂർണ്ണമായൊരു ജീവിതം അത് സ്വർഗത്തിൽ മാത്രമല്ല. നസ്ബുൻ വലാവസം, ഒരു ദുഃഖവുമില്ലാത്ത, ഒരു ക്ഷീണവുമില്ലാത്ത, ഒച്ചമുളില്ലാത്ത സമാധാനത്തിൻ്റെ രോഗം അത് സ്വർഗത്തിൽ മാത്രം ലഭിക്കുന്നത്. ഈ ലോകത്തിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ തന്നെ ഇതെന്താണ്? ഇത് പരീക്ഷണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം പരീക്ഷണത്തിന് വേണ്ടിയാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുറുസാ. ഈ ഭൂമിക്ക് മുകളിൽ അല്ലാഹു അലങ്കാരമായിട്ട് വെച്ചിട്ടുള്ളതെല്ലാം പരീക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പം ഇതൊരു പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ആ പരീക്ഷണ കളത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം മക്കളെ കൊണ്ട് മാതാപിതാക്കൾ അനുഭവിക്കുന്ന പരീക്ഷണം. ഈ സ്കൂൾ ഓഫ് ഖുർആൻ്റെ ഹോം സ്കൂളിംഗ് ഉണ്ട്. നിങ്ങൾ കണ്ടോ, ഞായറാഴ്ചകളിൽ മാത്രം നടക്കുന്ന മദ്രസയാണ് സ്കൂൾ ഓഫ് ഖുർആൻ. അതിൻ്റെ ഹോം സ്കൂളിങ് മാസം ഇങ്ങനെ വരും. അപ്പോൾ അതിൽ ഒരു സ്ഥലത്ത് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ആ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എത്ര മാതാപിതാക്കളാണ് മക്കളെ കുറിച്ച് പറയാൻ വരുന്നത്. സ്കൂൾ ഓഫ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ് അതിൽ. ആ കുട്ടികളെ കുറിച്ച് മാതാപിതാക്കൾ പറയുന്ന കഴിഞ്ഞ ദിവസം ഖുത്തുബ കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മൾ ഖുത്തുബ കഴിഞ്ഞ് ഇറങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ ഖുത്തുബ കഴിഞ്ഞ് ദിക്റൊക്കെ ചൊല്ലി ആൾക്കാരൊക്കെ സംസാരിച്ച് സംശയങ്ങൾ ചോദിച്ച് ഒരു അരമണിക്കൂർ കഴിയാതെ പുറത്തിറങ്ങൂല. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ ഒരു കമ്മിറ്റിയുടെ ഒരാളിനോട് ഒന്ന് പറഞ്ഞു, ഉസ്താദേ ഒരു ഉമ്മ നിങ്ങളെ കാണാൻ നിൽക്കുന്നുണ്ട്. ഞാൻ അരമണിക്കൂർ കാത്തിരിക്കുന്നപ്പോൾ പറഞ്ഞാൽ ആ ഉമ്മക്ക് എന്തോ കാര്യമായിട്ടുണ്ട്, വേഗം പോകണം. വേഗം ചെന്നു അവരെ കണ്ടു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഉസ്താദ് എൻ്റെ കുട്ടി ഹാഫിളാണ്, ഇപ്പോൾ ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് പിന്നെ ഇങ്ങനെ അവിടുന്ന് സിഗരറ്റ് വലിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു, അങ്ങനെ പരാതിക്ക് ഇങ്ങനെ പറയും. അപ്പോൾ അവരെ കണ്ണിങ്ങനെ നിറഞ്ഞ് ഒഴുകാണ്. ആ കണ്ണ് നിറഞ്ഞൊഴുകനെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, മക്കളെ വിഷയത്തിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പരീക്ഷണമാണ് ഏറ്റവും വലിയ പരീക്ഷണം തന്നെ. മക്കളെ വിഷയത്തിൽ തോറ്റുപോകും മാതാപിതാക്കൾ. അങ്ങനെ ചോദിക്കും, നമ്മളെ കുട്ടിയുടെ മുമ്പിൽ നമ്മൾ തോറ്റുപോകാൻ അവന് 10 വയസ്സോ 20 വയസ്സോ 30 വയസ്സോ ഒന്നും ആവണ്ട. 5 വയസ്സും 6 വയസ്സും ഇല്ല കുട്ടിയുടെ മുമ്പിൽ മാതാപിതാക്കൾ തോറ്റുപോകും. 6 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും ശക്തി ഉണ്ടോ എനിക്ക്? ഇല്ലല്ലോ. നമ്മളെക്കാളും ബുദ്ധി ഉണ്ടോ എനിക്ക്? ഇല്ലല്ലോ. നമ്മളെക്കാളും സംസാരശേഷി ഉണ്ടോ എനിക്ക്? ഇല്ലല്ലോ. നമ്മളെക്കാളും ബുദ്ധിയോ സംസാരശേഷിയോ സാമ്പത്തിക ശേഷിയോ കരുത്തോ ഒന്നുമില്ലാത്ത നമ്മളെ കുട്ടികളെ മുന്നിൽ നമ്മൾ തോറ്റുപോകും. അതെങ്ങനെ? നമ്മൾ അയച്ചു 5 വയസ്സിൽ 6 വയസ്സിലൊരു കുട്ടി ഉപ്പ എനിക്കാ ഭക്ഷണം വേണം, എനിക്കാ കളിപ്പാട്ടം എന്ന് പറഞ്ഞാലേ അത് മേടിച്ചു തരാൻ പറ്റൂല. എത്ര കളിപ്പാട്ടം വീട്ടിലുള്ളത്? എന്താ എപ്പോഴും ഇങ്ങനെ കളിപ്പാട്ടം മേടിക്കുക? അതൊന്നും പറ്റൂല. ആ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറയും. എനിക്കത് കിട്ടണം എന്ന് പറഞ്ഞവന് വാശി പിടിച്ച് കരഞ്ഞാലും തല ചുമരിലിട്ടടിച്ചാലും ശ്വാസം കിട്ടാതെ ഏങ്ങി കരഞ്ഞാലും മേടിച്ചു കൊടുക്കണ്ട എന്ന് വിചാരിച്ച കളിപ്പാട്ടം നമ്മൾ മേടിച്ചു കൊടുക്കും. 10,000 നൽകി നമ്മൾ ആ സൈക്കിൾ മേടിച്ചു കൊടുക്കും. 1 ലക്ഷം നൽകിയ ബൈക്ക് മേടിക്കും. 10 ലക്ഷം നൽകി ചിലപ്പോൾ ആ കാറും മേടിച്ചു കൊടുക്കും. അപ്പോൾ മക്കളുടെ മുമ്പിൽ തോറ്റുപോകും. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് വിളിച്ചിരുന്നു. അവർ വിളിച്ചത് എന്താ വെച്ചാൽ മകള് അഫെയറിൽ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സുന്നി ആദർശത്തിൻ്റെ ഒരു കുടുംബമാണ്, അങ്ങനെ മുജാഹിദ് ആദർശത്തെക്കുറിച്ച് പഠിച്ചു വരുന്നൊരു കുടുംബമാണ്. അതുകൊണ്ട് നമ്മളെ വലിയ കൗൺസിലർമാരൊന്നും അവർക്ക് അറിയില്ല. പിന്നെ പരിചയമില്ലതിൻ്റെ പേരിൽ അവരിങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആകെ 2 ദിവസം നാട്ടിലുണ്ടാവുള്ളൂ, ഞാൻ പൊന്നാനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് 2 ദിവസം ഇവിടെ വരുമ്പോൾ സമയം ഉണ്ടാവില്ല, നിങ്ങൾ പൊന്നാനിക്ക് വരികയാണെങ്കിൽ സംസാരിക്കാം. 50 കിലോമീറ്റർ താണ്ടി വാഹനം എടുത്ത് അവരുടെ വന്നു.
എന്തിനാ വന്ന്? ഉമ്മാക്കും ഉപ്പാക്കും മകളെ പറഞ്ഞ് സംസാരിച്ച് മനസ്സിലാക്കാൻ കഴിയായിട്ടല്ലേ? ആ മകളെ മുമ്പിൽ തോറ്റതിൻ്റെ വിഷയത്തിലല്ലേ? രാവിലെ മുതൽ ഉച്ച വരെ എന്ന് സംസാരിച്ചു. അവസാനം ആ അഫെയർ അവിടുന്ന് പൊട്ടിച്ചിട്ടാണ് അവർ തിരിച്ചു പോയത്. അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞ മക്കളുടെ മുമ്പിൽ മാതാപിതാക്കൾ, പ്രിയമുള്ളവരെ, നമ്മളെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ തോറ്റു പോകാതിരിക്കാൻ അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. അവർ നമ്മളെ തോൽപ്പിക്കുന്നതിന് മുമ്പേ നമ്മൾ അവരെ കീഴ്പ്പെടുത്തണം. അതിനെന്താണ് വഴി? അതിനെന്താണ് പരിഹാരം? റൂമിലിട്ട് അടക്കലാണ്. റൂമിലിട്ട് അടച്ചാൽ പരിഹാരമാവും. എനിക്കറിയാം, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി, അവൾക്ക് മാർക്ക് കുറഞ്ഞു. എന്നൊരു പാരൻസ് മീറ്റിങ്ങിൻ്റെ അന്ന് അവളെ അച്ഛൻ വന്നപ്പോൾ, ഒരു ഹിന്ദുവായ കുട്ടിയാണ്. അച്ഛൻ വന്നപ്പോൾ അവളെ അച്ഛൻ പറഞ്ഞു, സാറേ 6 മണിക്കൂറിൻ്റെ കുട്ടി ദിവസവും പഠിക്കും. 6 മണിക്കണ്ട് കയറിയാൽ 12 മണിക്ക് അവൾ തിരിച്ചറിഞ്ഞു. അവൾക്ക് നിസ്കാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുവരെ ഓളിന്ന് പഠിക്കാൻ എനിക്ക് ഉറപ്പാണ്. പക്ഷെ അവൾക്ക് കുറച്ച് ബുദ്ധി ആയതുകൊണ്ട് അവൾക്ക് ഓർമ്മയിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് മാർക്ക് കുറയുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നത്, ഇന്ന് 6 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂർ നമ്മളെ കുട്ടി വാതിലടിച്ച് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുക, ബേജാറുണ്ടാവുക? എന്താ പോനോട് കാണുണ്ടാവുക? എന്താ പോനോട് ചെയ്യണ്ടാവുക? ബേജാറല്ലേ? റൂമിൽ കിടക്കലൊക്കെ ഒരു പരിഹാരമാണ്. അടിക്കൽ പരിഹാരമാണോ? അടിക്കൽ. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉമ്മ പരാതി, ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കുട്ടീനെ ഉപദേശിക്കലുണ്ടോ? അവർ പറഞ്ഞാൽ ആ ഉപദേശിക്കലുണ്ട്. എങ്ങനെ ഉപദേശം? ഓൻ എന്തെങ്കിലുമൊക്കെ തിന്മ ചെയ്തു എന്ന് ഞാൻ കേട്ടാൽ, ആരെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ വറകുമ്പരയിൽ ചെന്ന് നല്ലൊരു വടിയെടുത്തിട്ട് ഞാൻ നല്ലോണ്ട് അടിക്കും. ഇതാണോ ഉപദേശം? അടിക്കലും റൂമിലിട്ടടക്കലൊക്കെ ഒരു പരിധി വരെ പരിഹാരമാവുള്ളൂ. യഥാർത്ഥത്തിലുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ ദീന് പറഞ്ഞു കൊടുക്കൽ മാത്രമാണ്. ഈ ഖുർആന്റെ ആശയങ്ങളും ഈ ഖുർആനിലെ ഉത്ബോധനങ്ങളും കുട്ടിയുടെ ഹൃദയത്തിലേക്ക് കയറ്റുക എന്നുള്ളതല്ലാതെ ഒരു പരിഹാരവും, പ്രിയമുള്ളവരെ, ഇല്ല. കഴിഞ്ഞ ദിവസം 27 ഡോക്ടർമാർ ലഹരി ഉപയോഗിച്ചിട്ട് പിടിച്ച വാർത്ത നമ്മൾ കേട്ടില്ലേ? 27 ഡോക്ടർമാർ. എന്താ, അവർക്ക് വിവരമില്ലായിട്ടാ? ഒരു ഡോക്ടർ ആവണമെങ്കിൽ എത്രയെന്ന് പഠിക്കണം? എൻട്രൻസ് പഠിക്കണ്ടേ? 5 കൊല്ലം പഠിക്കണ്ടേ? അത് കഴിഞ്ഞാൽ ഹുസൈൻസ് ചെയ്യണ്ടേ? അത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡോക്ടർ ആവണ്ടേ? എത്ര വർഷങ്ങളിൽ നിന്ന് പഠിക്കണം? വിവരമില്ലായിട്ടാണോ 27 ലഹരി ഉപയോഗിച്ച് പിടിച്ചത്? അതുപോലെ ഭൗതികമായ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളോ അത്തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങളോ പരിഹാരമല്ല. ഖുർആനും ഹദീസും കുട്ടിയുടെ ഹൃദയത്തിലേക്ക് കയറുക എന്നുള്ളതല്ല ഒരു പരിഹാരം. നിങ്ങൾ ആലോചിച്ച്, എത്ര സലഫുകൾ അവരുടെ മക്കൾക്ക് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ അള്ളാഹു ലുഖ്മാൻ സ്വലാത്തു വസ്സലാമിൻ്റെ ഉപദേശം മാത്രം ഖുർആനിൽ എടുത്ത് പറഞ്ഞില്ലേ? എന്താ ആ ഉപദേശത്തിന് പ്രത്യേകത ഉണ്ട്. എപ്പോഴാണ് നമ്മൾ മക്കളെ ഉപദേശിക്കല്? ഓരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഓരെ വിളിച്ചെടുത്ത് ഉപദേശിക്കും. എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ഒന്ന് ഉപദേശിക്കും. ലുഖ്മാൻ സ്വലാത്തു വസ്സലാമി മകനെ സന്തോഷവും എന്നെ കേൾക്കും എന്ന് തോന്നുന്ന ആ ഒരു നല്ല അവസരത്തിൽ കുട്ടിനെ വിളിച്ചു വരുത്തി അടുത്തിരുത്തി യാ ബുനയ്യ അഖിമിസ്സലാ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് എന്ന് പറഞ്ഞിങ്ങനെ കൊടുക്കണം ഉപദേശങ്ങൾ. അങ്ങനത്തെ ഉപദേശം നമ്മളെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അള്ളാഹിനെ കുറിച്ച് നമ്മളെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നതല്ല, മിമ്പറിൽ നിന്ന് പഠിപ്പിക്കണതല്ല, മദ്രസയിൽ നിന്ന് കിട്ടുന്നതല്ല. ആദ്യത്തെ മദ്രസ നമ്മളെ വീടാണ്. ആദ്യത്തെ ഉസ്താദ് നമ്മളാണ്. അള്ളാഹിനെ കുറിച്ച് നമ്മളെ കുട്ടികൾ പറഞ്ഞു കൊടുക്കണോ? വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കുട്ടിയെ കണ്ട നാടിയേക്കാൾ അടുത്താണ് അള്ളാഹു ട്ടോ. അതുകൊണ്ട് സ്കൂളിൽ പോയാലും ഉമ്മയപ്പ ഇല്ലെങ്കിലും ആരും എന്നെ കാണുന്നില്ലെങ്കിലും അള്ളാഹു അടുത്തുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇതവരുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ബോധ്യമാണ്. ഒരിക്കലും ഗൾഫിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ പിലാമന്തോളിൽ നിന്ന് ഗൾഫിൽ നിന്നൊരു ഫാമിലി, ഗൾഫിൽ സെറ്റിലായ ഒരു ഫാമിലിയാണ്. ഒരു കുറേ കാലമായിട്ട് ഗൾഫിലാണ്. അവർ നാട്ടിൽ വന്ന സമയത്ത് ഫാമിലി സെറ്റിലാണ്. അപ്പം നാട്ടിൽ വന്ന സമയത്ത് എനിക്കറിയണതാണ്, ചെറുപ്പം മുതൽ അറിയണതാണ്, എൻ്റെ ഉപ്പാൻ്റെ പരിചയക്കാരാണ്. അപ്പോൾ അവരിങ്ങനെ വന്നപ്പോൾ അവരിപ്പം എന്നോട് പറഞ്ഞു, മകൻ ബ്രില്യൻ്റ് ആണ്. അവൻ്റെ സ്കൂളിൽ ഒരു ഹിഫ്ള് മത്സരം വെച്ചു. 3 ജുസ്, 28, 29, 30 3 ജുസ് ഹിഫ്ള് മത്സരമാണ്. ലബനാനികളുണ്ട്, പാകിസ്ഥാനികളുണ്ട്, അറബികളുണ്ട്. എല്ലാവരെയും പിന്തള്ളി ഇവർക്കാണ് ഫസ്റ്റ്. എന്നിട്ടൊരു സ്വർണത്തിൻ്റെ എന്തൊരു ഗോൾഡ് കോയിനൊക്കെ സമ്മാനമായി കിട്ടിയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെന്നോട് വന്ന് പറഞ്ഞു, ഉസ്താദ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പറയാം. ഇപ്പോൾ ഗൾഫിൽ നിന്നല്ലോ എനിക്ക് വിശേഷങ്ങൾ പറയാണ്ടാവും. ഞാൻ പറഞ്ഞു വീട്ടിൽ പോയ ഒരു ദിവസം. അങ്ങനെ അവൻ വീട്ടിൽ വന്നു. അവനവൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ മാരകമായ ഒരു ലൈംഗിക തെറ്റിൽ അവൻ അകപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒന്ന് സംസാരിച്ചാൽ പറ്റില്ല, നാളെ വരണം. നാളെ
ഒരു സിംഹഭാഗം അവനോട് സംസാരിച്ചു. എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത ദുനിയാവിൽ ഇങ്ങനെ തെറ്റുണ്ട്, പരലോകത്ത് ഇങ്ങനെ ശിക്ഷ കിട്ടാണ്, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ എന്നോട് പറഞ്ഞാൽ എന്താ അറിയും, അത് പറയാനാണ് ഞാൻ അനുഭവം പറഞ്ഞത്. അവൻ എന്നോട് പറഞ്ഞത്, ഉസ്താദേ ഇത് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എനിക്ക് പറഞ്ഞെന്നില്ലല്ലോ എന്നാണ്. ഞാൻ 10ാം ക്ലാസ്സിലെത്തി, 15 വർഷം എനിക്ക് അവർ വസ്ത്രം നൽകി, ഭക്ഷണം നൽകി, ആവശ്യമായതെല്ലാം ചെയ്ത് നൽകി, പരലോകത്ത് എനിക്ക് നരകം കിട്ടുന്ന ഒരു തിന്മയാണിത് എന്ന് എനിക്ക് അവർ പറഞ്ഞു തന്നില്ലല്ലോ എന്നാണ് അവൻ പറയുന്നത്. അവസാനം ഞാൻ ആരിസ്മോൻ്റെ അടുത്ത് അവനെ വിട്ടു. അത്ര വലിയ തെറ്റാണ്. ഞാൻ പറഞ്ഞു വരുന്ന പ്രിയമുള്ളവരെ, നമ്മളെ മക്കള് നാളെ പരലോകത്തെത്തി അവർ ചെയ്തതിൻ്റെ പേരിൽ അവർക്കൊരു ശിക്ഷ ലഭിക്കാനിരിക്കുമ്പോൾ അവർ പറയാണല്ല, എൻ്റെ ഉമ്മ ഇതൊരു തെറ്റാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് നമ്മളെന്താ പറയാ? അതുകൊണ്ട് നല്ല ഉപദേശങ്ങൾ കൂടുതൽ. ഈ ജാലകം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, എനിക്കറിയാറില്ല, ജില്ലയുടെ പ്രോഗ്രാമാണ്. ഈ ജില്ല നടത്തുന്ന പ്രോഗ്രാം ജാലകം. അപ്പോൾ ജാലകം നമ്മളെ ക്യാമ്പസ് പള്ളിയിൽ, അങ്ങാടിപ്പുറം ക്യാമ്പസ് പള്ളിയിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും 2 സെഷനാണ്. മൗലാൻ്റെ ഉള്ളിൽ വെച്ച പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്ക് ക്യാമ്പസ് പള്ളിയിലും. അപ്പം അന്ന് അവിടെ രാത്രി നിസ്കാരം എന്നൊരു ക്ലാസ്സിൻ്റെ ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. രാത്രി നിസ്കാരം എന്നൊരു വിഷയത്തിലൊരു ക്ലാസ്, 40 മിനിറ്റാണ് ഒരു ക്ലാസ്. അപ്പോൾ രാത്രി നിസ്കാരത്തിൻ്റെ പ്രത്യേകതകളും ഫضലൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികൾക്ക് 8ഉം 9ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കിങ്ങനെ പറഞ്ഞു കൊടുത്ത് ക്ലാസ് കഴിഞ്ഞ് പോയി. കൊളത്തൂരിൽ നിന്ന് ഒരു സഹോദരൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് അയാൾ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുട്ടി ജാലകത്തിൽ പങ്കെടുത്തിരുന്നു, രാത്രി നിസ്കാരം എന്നൊരു ക്ലാസ് അവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അത് കേട്ടതിന് ശേഷം ഇപ്പോൾ 4 മണിക്ക് നീക്കും. ആരെക്കുറിച്ചാണ് പറയുന്നത്? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ 4 മണിക്ക് നീക്കും, എന്നിട്ട് ദീർഘമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കും, എന്നിട്ട് 15 ആയത്തുകൾ ഓരോ ദിവസവും ഹിഫ്ള് പഠിക്കും. അപ്പോൾ ഉമ്മ മഹ്മൂമായി നിസ്കരിക്കും. ഉമ്മ പറയുന്നതാണ്, എടി ചെറിയ സൂറത്ത് ഓതി കുറച്ച് നേരം കടന്നുറങ്ങണ്ടേ എന്ന് ഉമ്മ ചെയ്യിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് 9 വയസ്സുള്ളൊരു കുട്ടിക്ക് ഇത്രയും വർഷം എന്തുകൊണ്ടാണ് മനസ്സിലാവാതിരുന്നത്? ഇപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ബോധം കിട്ടിയത്, ഇപ്പോഴാണ് ആ ദീനിയായ ബോധം ലഭിച്ചത്. അതെങ്ങനെ കിട്ടിയത്? പറഞ്ഞു കൊടുത്തപ്പോഴാണ്. നിസ്കരിക്ക് എന്ന് ചൂടായതുകൊണ്ട് കിട്ടുമോ? ദേഷ്യപ്പെട്ടത് കൊണ്ട് കിട്ടുമോ? അടിച്ചത് കൊണ്ട് കിട്ടുമോ? അടുത്തിരിച്ച് നല്ല ഉപദേശ രൂപത്തിൽ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് മനസ്സിലായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഉത്ബോധനങ്ങൾക്കും ഉപദേശങ്ങൾക്കും അത്രമേൽ സ്വാധീനവും പ്രാധാന്യവും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ദീനെ നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് പറയില്ല എന്താ വെച്ചാൽ, പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനുള്ളൊരു യോഗ്യത കൂടി നമ്മൾ നേടിയെടുക്കണം എന്നുള്ളതാണ്. നിസ്കരിച്ചോ എന്ന് പറഞ്ഞതിൻ്റെ മുമ്പേ നമ്മൾ നിസ്കാരം കഴിഞ്ഞിരിക്കണം. ഖുർആൻ ഓതാൻ പറയുമ്പോൾ നമ്മൾ മുസ്ഹഫ് കയ്യിലെടുത്തിട്ടാണ് കുട്ടിയെ വിളിക്കേണ്ടത്. ഓരോന്ന് പറയുമ്പോഴും നമ്മൾ അതിനുള്ള യോഗ്യരായിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഇപ്പം നിങ്ങൾക്കറിയാം, സുദൈസ് ഹഫ്ളഹുല്ല 2 ഹറമുകളിലെ ഇമാമാണ്. സുദൈസ് ഹഫ്ളഹുല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ ഭയങ്കര വികൃതിയായിരുന്നു. വിരുന്നേരിങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് ഭക്ഷണമൊക്കെ ഇങ്ങനെ വളമ്പി വെച്ചപ്പോൾ സുദൈസ് ഹഫ്ളഹുല്ല കുറച്ച് മണ്ണ് വാരിയിട്ട് എല്ലാ ഭക്ഷണത്തിലാണ് കൊണ്ടുപോയിട്ടു എന്നാണ്. നമ്മളെ വീട്ടിലെച്ചാൽ ബദറും കഴിഞ്ഞു, ഉഹദും കഴിഞ്ഞു, ഖന്തഖ്, ഉമ്മ ഓടിപ്പോയി കുട്ടീനെ വാരി പിടിച്ചു എന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹ് എൻ്റെ കുട്ടീനെ ഹറമിലെ ഇമാമാക്കണേ. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒരു ഉപ്പയുടെ ഒരു മകന് വേണ്ടിയുള്ള പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയില്ലാന്നാണ്. കുട്ടിയുടെ നിന്നൊരു ഗ്ലാസ് വീണ് നിലത്ത് വീണ് പൊട്ടുമ്പോൾ, അറിയാതെ കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ചുമരിലൊന്ന് വരക്കുമ്പോൾ, ഈ പണ്ടാറും ഈ മജ്ജത്ത് ജനിച്ചത് പോലെ ആ വാക്കുകൾ കുട്ടിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തും. നമ്മൾ പറഞ്ഞ ആ ഒരു പണ്ടാറം എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, ആ ശാപവാക്ക് മാത്രം മതി ആ കുട്ടിയുടെ ജീവിതം നശിച്ചു പോകാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ ലിക്കുല്ലി റജുലിൻ ഉമ്മുൻ അളീം, ഓരോ ലിക്കുല്ലി റജുലിൻ അളീം, ഓരോ മഹാനായ പണ്ഡിതന്മാരുടെ പിന്നിലും ഉമ്മുൻ അളീം, ഒരു വലിയ ഉമ്മയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മളിലൂടെ നമ്മുടെ കുട്ടിക്ക് ദീനെത്തണം, നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തു, ദീനിയായ നല്ല നല്ല ആശയങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചകളിലും സിയാരി നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ സിയാരി രാവിലെ 9 മണി മുതൽ 10 1 മണിക്കൂറാകെ ക്ലാസ്സുണ്ട്. ആകെ വരുന്ന 5-6 കുട്ടികളാണ്. എത്ര സൗകര്യമാണ്! AC അവിടെ ക്ലാസ്, കുട്ടികൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, എല്ലാവിധ സൗകര്യം, TV ഉണ്ട്, ഒരു ഉറുപ്പിക ചിലവ് പോലും ഇല്ല. നമ്മൾ എത്ര കുട്ടികൾ അവിടെ പഠിക്കാൻ വരുന്നുണ്ട്. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് സിയാരി ക്ലാസ്സിൽ. വ്യക്തമായ സിലബസ് ഉണ്ട് അതിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, ദീനിൻ്റെ അസ്ലുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, സ്വർഗ്ഗ നരകങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അതിൽ. നമ്മൾ എത്ര കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ നടക്കുന്നുണ്ട്.
അപ്പോൾ പ്രിയമുള്ള ഇത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കണം. ആ രൂപത്തിലേക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവരെ മാറ്റണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വൈകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സ്വാലിഹ് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെയും GCC കൺട്രികളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നിർഭയത്വവും സന്തോഷമുള്ള ഒരു സാഹചര്യവും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവിടെ എല്ലാം രോഗങ്ങൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവെ അവരുടെ കടങ്ങളെല്ലാം നീ ദൂരീകരിച്ചു കൊടുക്കണമേ. ഈ റമളാനിൽ ഞങ്ങൾ നിർവഹിക്കുന്ന ധാരാളം സൽക്കർമ്മങ്ങളുണ്ട്. അള്ളാഹു അതെല്ലാം നീ സ്വാലിഹ് അമലായി ഞങ്ങൾ സ്വീകരിക്കണമേ. അതിൻ്റെ മഹത്വം കാരണം നിന്റെ ജനാത്തുൽ ഫിർദൗസ് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും കത്തിച്ചൊലിപ്പോ നരകത്തിൽ ഞങ്ങളെ കാത്തിരക്ഷിക്കുകയും ചെയ്യണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.